എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. എല്ലാ ദിവസത്തെയും പോലെ തന്നെ ഈ ഒരു കർമ്മത്തെ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഭാഗവതം പറയാനും കേൾക്കാനുമുള്ള അനുഗ്രഹവും അനുവാദവും നൽകണേ സർവേശ്വര. ഓം നമഃ ശിവായ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം നമോ നാരായണായ. ശ്രീമദ് മഹാഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 32. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കണ്ടു കപിലവാസുദേവൻ തൻ്റെ അമ്മയായ ദേവഹൂതിക്ക് ആത്മതത്വത്തെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ആ ഒരു 31-ാമത്തെ അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഫലം ആഗ്രഹിച്ചുകൊണ്ട് എന്ന് വെച്ചാൽ ഈ ലോകത്തെ സുഖമായ ജീവിതത്തെ, സുഖത്തെ ആഗ്രഹിച്ചുകൊണ്ട്, സമാധാനം സന്തോഷത്തെ ആഗ്രഹിച്ചുകൊണ്ട്, അങ്ങനെ ഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് കർമ്മം ചെയ്ത് ജീവിക്കുന്ന, അവിടെ അവനവൻ്റെ ഉദരം വയറ് നിറയ്ക്കുക, കുടുംബത്തെ പരിപാലിക്കുക, അങ്ങനെ തന്നെയാണെങ്കിൽ പോലും അതാണ് അവരുടെ ലക്ഷ്യം. സ്വന്തം വയറ് നിറയ്ക്കുക, വിശപ്പുണ്ടാവാൻ പാടില്ല, പിന്നെ കുടുംബത്തെ പരിപാലിക്കുക, സംരക്ഷിക്കുക. അതിന് വേണ്ടി അധാർമികമായ മാർഗത്തിലൂടെ വരെ പണം സമ്പാദിച്ച് സുഖമായി ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഗൃഹസ്ഥന്മാരുടെ ജീവിതഗതി, മരണശേഷമുള്ള ഗതിയെക്കുറിച്ചൊക്കെയാണ് കഴിഞ്ഞ അധ്യായത്തിൽ കണ്ടത്. അപ്പോൾ അവരിങ്ങനെ ഒരു പ്ലാൻ ചെയ്ത് വെക്കുമല്ലോ, കുടുംബം കുടുംബത്തിന് സുരക്ഷിതത്വം, പണം, ബാങ്ക് ബാലൻസ്, വീട്, എല്ലാ സൗകര്യങ്ങൾ, മക്കളുടെ ഭാവി, ഇതിനൊക്കെ വേണ്ടി സുരക്ഷിതമായൊരു ജീവിതത്തിന് വേണ്ടി ഒരുപാട് പണം സമ്പാദിക്കണം. അതിനെ അവർ ആഗ്രഹിച്ച പോലെ കിട്ടാതെ വരുമ്പോൾ അത് മറ്റുള്ളവരിൽ നിന്ന് തട്ടിപ്പറിച്ചിട്ടെങ്കിലും അധാർമികമായ മാർഗത്തിലൂടെയെങ്കിലും പണം സമ്പാദിച്ച് സ്വന്തം ജീവിതം, സ്വന്തം കുടുംബത്തിൻ്റെയും സുരക്ഷിതത്വം ഉറപ്പാക്കുക. ഇത് മാത്രം ആഗ്രഹിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഗൃഹസ്ഥന്മാരുണ്ടല്ലോ, അവർ ഏതു മാർഗത്തിലൂടെയും പണത്തിൻ്റെ പിന്നാലെയാണ് പായുന്നത്. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിലും അവർക്ക് മനസ്സമാധാനം കിട്ടില്ല. മരണശേഷം സൂക്ഷ്മ ശരീരവും യാതനകൾ അനുഭവിക്കുന്നു. പിന്നീട് ഒരുപാട് ലോകങ്ങളിലെ യാതനകൾ അനുഭവിച്ച് പിന്നെ ഒരു അമ്മയുടെ ഗർഭത്തിലേക്ക് വരുമ്പോൾ അതിൽ കിടന്നും യാതനകൾ അനുഭവിക്കുന്നു. ഭൂമിയിൽ പിറന്നു വീഴുമ്പോഴും യാതനകളിലൂടെയാണ് അവരുടെ ജീവിതം പോകുന്നത്. ഇതാണ് നമ്മൾ കണ്ടത്. ഇനി ഈ ഒരു 32-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്, ഇങ്ങനെ ഭൗതിക വിഷയങ്ങൾ, ഭൗതികമായ സുഖം ഉണ്ടല്ലോ, ഈ ലോക ജീവിതത്തിലെ സുഖത്തെ ആഗ്രഹിച്ച് ജീവിക്കുന്ന ഗൃഹസ്ഥന്മാർ തന്നെ 2 വിധത്തിലുണ്ട് എന്നാണ് ഭാഗവതം പറയുന്നത്. ഒരു വിഭാഗം കുടുംബസ്ഥന്മാരെന്ന് പറഞ്ഞാൽ അവർ ഈ കുടുംബ ജീവിതത്തെ, കുടുംബം അതായത് സുരക്ഷിതമാക്കുക, ഭാര്യ, മക്കള്, അല്ലെങ്കിൽ ഭർത്താവ്, മക്കള്, അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, ഇവയെല്ലാം അടങ്ങുന്ന തൻ്റെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടി, അതാണ് ജന്മലക്ഷ്യം. പിന്നെ വയസ്സാവുമ്പോഴും ജീവിതം സുരക്ഷിതമായിരിക്കണം, അതിന് പണം സമ്പാദിക്കണം, അത് ജന്മലക്ഷ്യം. പക്ഷേ അവർ അധാർമികമായിട്ടല്ല, ധാർമ്മികമായ രീതിയിൽ തന്നെ സത്കർമ്മങ്ങൾ ചെയ്ത് ശരിയായ രീതിയിൽ തന്നെ ജീവിച്ച് പണം സമ്പാദിച്ച് ആ പണം കൊണ്ട് സുഖമായ ഒരു കുടുംബജീവിതം നയിക്കണം, ഫാമിലിയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്ത് പരിപാലിച്ച് നല്ലൊരു കുടുംബജീവിതം നയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ധർമ്മിഷ്ഠരായിട്ടുള്ള കുടുംബസ്ഥന്മാരുണ്ടല്ലോ, അങ്ങനെയുള്ള കുടുംബസ്ഥന്മാരുണ്ട്. അപ്പോൾ അവരുടെ ജന്മലക്ഷ്യം എന്താ? മോക്ഷവും മുക്തിയൊന്നുമല്ല അവർ ആഗ്രഹിക്കുന്നത്, ഈ ലോകത്ത് ഭൂമിയിൽ സുഖമായിട്ട് ജീവിക്കണം. പക്ഷെ അതിനുവേണ്ടി അധാർമികമായിട്ടൊന്നും പോവില്ല, തെറ്റായതൊന്നും ചെയ്യില്ല, സത്കർമ്മങ്ങളെ ധാർമ്മികമായ രീതിയിൽ മാത്രമേ ജീവിക്കുന്നുള്ളൂ. അങ്ങനെ ജീവിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ സുഖമായി പണമൊക്കെ സമ്പാദിച്ച് സുഖസൗകര്യങ്ങളെ നേടി ജീവിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. അല്ലാണ്ട് മുക്തി, മോക്ഷം എന്നതിനെ കുറിച്ചൊന്നും അവർ ചിന്തിക്കുന്നില്ല. അങ്ങനത്തെ കുടുംബസ്ഥന്മാരുമുണ്ട്. ഇനി വേറൊരു വിഭാഗം കുടുംബസ്ഥരുണ്ട്. അതായത്
ഈ ഒരു നമ്മുടെയൊക്കെ മനുഷ്യൻ്റെ ധർമ്മം അല്ലാതെ ഈശ്വരൻ്റെ ധർമ്മം എന്താണെന്ന്, ഭഗവത് ധർമ്മം എന്താണെന്ന് അറിഞ്ഞ് ജീവിക്കുന്ന കുടുംബസ്ഥന്മാർ, അവർക്ക് ഈ ശരീരത്തിലാണ് ഞാൻ ഇരിക്കുന്നതെങ്കിൽ ഈ ശരീരമാകുന്ന ക്ഷേത്രത്തെ സംരക്ഷിക്കണം, അല്ലേ? ക്ഷേത്രജ്ഞൻ ഇരിക്കുന്നതാണ് ക്ഷേത്രം. ഉള്ളിലിരിക്കുന്ന മൂർത്തിയുടെ അത്രയും പവർ ഉണ്ടാവണമെങ്കിൽ ആ ക്ഷേത്രവും അതുപോലെ പരിശുദ്ധമായിരിക്കണം, ശുദ്ധീകരിക്കപ്പെടണം, അല്ലേ? എന്ന് പറഞ്ഞതുപോലെ ആത്മാവിരിക്കുന്ന ക്ഷേത്രമാണ് ഈ ശരീരമെങ്കിൽ ശരീരം അതുപോലെ സംരക്ഷിക്കണം. അപ്പോൾ ആ ഗൃഹസ്ഥന്മാരുടെ മനസ്സിലെ ചിന്ത എന്താണെന്നറിയോ? ഞാൻ ഇരിക്കുന്ന സ്ഥലമാണ്, വാസസ്ഥലമാണ് ഈ ശരീരം, അതുകൊണ്ട് ഈ ശരീരത്തെ ഞാൻ സംരക്ഷിക്കണം, അതെൻ്റെ ധർമ്മമാണ്. ഈ ശരീരത്തിൽ ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ ധർമ്മമാണ് ഈ ശരീരത്തെ സംരക്ഷിക്കുക. ഇനി ഈ ശരീരത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ബന്ധങ്ങളുണ്ടല്ലോ, ഭാര്യ, ഭർത്താവ്, മക്കള്, കുടുംബാംഗങ്ങൾ, അച്ഛനമ്മ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, ജോലി സ്ഥലത്ത്, ഇവരോടൊക്കെ ഉള്ള ഉത്തരവാദിത്തങ്ങളും കർമ്മങ്ങളും ആ ശരീരത്തിനെ ഞാൻ സംരക്ഷിക്കുമ്പോൾ ആ ശരീരത്തിൻ്റെതായി ആ ജന്മത്തിൽ കിട്ടിയ കൂടെ യാത്ര ചെയ്യുന്ന ആ യാത്രക്കാരാകുന്ന ബന്ധുമിത്രാദികൾ, ആ ശരീരത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളോട് നമുക്ക് ഉത്തരവാദിത്വം ഉണ്ട്, അല്ലേ? ഒരു മകൻ്റെ, മകളുടെ, ഭർത്താവിൻ്റെ, ഭാര്യയുടെ, അച്ഛൻ, അമ്മ, മുത്തശ്ശൻ, മുത്തശ്ശി, സഹോദരൻ, എത്ര റോളുകളാണ് നമ്മൾ എടുക്കുന്നത്. അവിടെയൊക്കെ നമുക്ക് ഒരുപാട് കടമകളുണ്ട്. ഈ ഉത്തരവാദിത്തങ്ങൾ അതുകൊണ്ട് എൻ്റെ ധർമ്മമാണ്, അത് ഞാൻ നിർവഹിക്കേണ്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അപ്പോൾ ഇവിടെ ഇവരെയൊക്കെ സുഖമായി ജീവിക്കുക, സന്തോഷത്തോടെ ജീവിക്കുക എന്നതല്ല ജന്മലക്ഷ്യം. മുക്തി വേണം എനിക്ക്. ആ മുക്തി വേണമെങ്കിൽ അറിവ് വേണം, ഞാൻ ആത്മാവാണ് എന്ന അറിവ് വേണം. അങ്ങനെ അറിവ് നേടിയിട്ട് മുക്തിയെ ആഗ്രഹിച്ച്, എന്നാൽ ഈ ഭൂമിയിൽ ആരായിട്ടാണോ ജനിച്ചിരിക്കുന്നതെങ്കിൽ ആ ജന്മത്തിലെ കർമ്മങ്ങളെയൊക്കെ സ്വധർമ്മമായി കണ്ടുകൊണ്ട് ചെയ്തു പൂർത്തീകരിക്കുന്ന ഗൃഹസ്ഥന്മാരുമുണ്ട്. മനസ്സിലായ? രണ്ട് വിധത്തിലുള്ള ഗൃഹസ്ഥന്മാർ. ഏറ്റവും നന്നായി മനസ്സിലാക്കാൻ പറ്റുന്നെങ്കിൽ ഞാൻ പറയാം, നമ്മൾ പുരുഷാർത്ഥങ്ങൾ പഠിച്ചു, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ചില ഗൃഹസ്ഥന്മാർ ഇതിൽ ആദ്യത്തെ മൂന്നും മാത്രമേ അറിയുള്ളൂ. ധാർമ്മികമായ രീതിയിൽ അർത്ഥം, പണം സമ്പാദിച്ച്, കാമം, എല്ലാ ആഗ്രഹങ്ങളെയും പൂർത്തീകരിച്ച് സുഖമായി ഈ ഭൂമിയിൽ ജീവിച്ചു മരിക്കണം. ചില ഗൃഹസ്ഥന്മാർ നാലാമത്തെ ലക്ഷ്യവും അറിയുന്നു. ധാർമ്മികമായ രീതിയിൽ ജീവിച്ച് പണം സമ്പാദിച്ച് ഈ ജന്മത്തിൽ ഈ ശരീരത്തിനോടുള്ള എല്ലാ കർമ്മങ്ങളും സ്വധർമ്മമായി ചെയ്തിട്ട് എനിക്ക് മുക്തിയെ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഗൃഹസ്ഥന്മാരുമുണ്ട്. ഈ രണ്ട് വിധത്തിലുള്ള കുടുംബസ്ഥന്മാരുടെയും ഗതി, മരണശേഷമുള്ള ഗതി എന്താണ് എന്നാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. കഴിഞ്ഞ അധ്യായത്തിൽ ഗൃഹസ്ഥന്മാർ തന്നെ കുടുംബത്തെയും സ്വന്തം ഉദരം നിറയ്ക്കാനും വേണ്ടി അധാർമികമായ മാർഗത്തിലൂടെ പോയവരാ. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണമെന്ന് ചിന്തിച്ച് ജീവിച്ചവരാ. അതുകൊണ്ടാണ് അവർ അധോലോകങ്ങളിലും നരകലോകങ്ങളിലൊക്കെ പോയത് നമ്മൾ അറിഞ്ഞത്. ഇനി ഈ അധ്യായത്തിൽ അധാർമികമല്ല, ധാർമ്മികമായി തന്നെ ജീവിക്കുന്നവരാണ്. പക്ഷെ ലക്ഷ്യം എന്താ? മുക്തിയും മോക്ഷമൊന്നുമല്ല, ഈ ഭൂമിയിൽ സുഖമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഗൃഹസ്ഥന്മാരും. മറ്റേത് രണ്ടാമത് പറഞ്ഞത് മുക്തിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ ജന്മത്തിൽ ഈ ശരീരത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന കർമ്മങ്ങളെ, ഉത്തരവാദിത്തങ്ങളെ സ്വധർമ്മമായി കണ്ട് അനുഷ്ഠിക്കുന്ന ഗൃഹസ്ഥന്മാരുമുണ്ട്. അങ്ങനെ രണ്ട് വിധത്തിലുള്ള ഗൃഹസ്ഥന്മാരുണ്ട്. ഇവരുടെ ഗതി, മരണശേഷം ഇവരുടെ ഗതി എന്താണ് എന്നാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. മനസ്സിലായല്ലോ അല്ലേ? ശ്ലോകം 1. കപില ഉവാച അധ യോ യഹ ഗൃഹമേധീയാൻ ധർമാൻ ഏവ ആവസൻ ഗൃഹേ കാമാനർത്ഥം ച ധർമാൻ സ്വാൻ ദോഗ്ധി ഭൂയഃ പിബർത്തി താൻ. അധ യഹ ഗൃഹമേധീയാൻ ധർമാൻ ഏവ ആവസൻ ഗൃഹേ കാമാൻ അർത്ഥം ച ധർമാൻ സ്വാൻ ദോഗ്ധി ഭൂയഃ പിബർത്തി താൻ. ഇപ്പം കപില മഹർഷി അമ്മയോട് പറഞ്ഞു കൊടുക്കുകയാണ്, അധ എന്ന് വെച്ചാൽ ഇപ്പോൾ, യഹ എന്ന് വെച്ചാൽ ഏതൊരുവനാണോ ഗൃഹമേധീയാൻ എന്ന് വെച്ചാൽ വീട്ടുകാര്യങ്ങളെയെല്ലാം, ഗൃഹേ ആ വീട്ടിലിരുന്നു കൊണ്ട്, ധർമാൻ ഏവ ആവസൻ ധാർമ്മികമായ രീതിയിൽ ചെയ്തു പൂർത്തീകരിക്കുന്ന. അപ്പോൾ ഒരു ഗൃഹസ്ഥാശ്രമി അവൻ സ്വന്തം വീട്ടിലിരുന്ന്, ആ വീട്ടിലിരുന്നെന്ന് വെച്ചാൽ വീട്ടിൽ വെറുതെ ഇങ്ങനെ ഇരിക്കാന്നല്ല അർത്ഥം, ആ വീട്ടിൽ കുടുംബജീവിതം നയിച്ചുകൊണ്ട് കുടുംബവുമായി ബന്ധപ്പെട്ട തൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം
കുടുംബവുമായി ബന്ധപ്പെട്ട് തനിക്കുള്ള ഉത്തരവാദിത്തങ്ങളെ എല്ലാം ഭംഗിയായിട്ട് ധാർമ്മികമായ രീതിയിൽ, അധർമ്മത്തിൻ്റെ മാർഗത്തിലേക്ക് പോകുന്നില്ല, ധാർമ്മികമായ രീതിയിൽ തന്നെ ചെയ്തു പൂർത്തിയാക്കുന്ന ഗൃഹസ്ഥന്മാർ കാമാൻ അർത്ഥം, അവരുടെ കാമങ്ങൾ, കാമാൻ എന്ന് വെച്ചാൽ എന്താ, അവരുടെ ആഗ്രഹങ്ങൾ, അർത്ഥം എന്ന് വെച്ചാൽ പണം, പണം ധാർമ്മികമായ രീതിയിൽ പണം സമ്പാദിച്ച് കാമാൻ, അവൻ്റെ ആ പണം ഉപയോഗിച്ച് അവൻ്റെ ആഗ്രഹങ്ങളെയൊക്കെ, ഈ ഭൂമിയിൽ അവൻ എങ്ങനെ ജീവിക്കണം എന്നൊക്കെയാണ് ആഗ്രഹിച്ച്, എന്തൊക്കെ ആസ്വദിക്കണമെന്ന് ആഗ്രഹിച്ചു അതൊക്കെ പൂർത്തീകരിച്ച് സ്വാൻ ധർമാൻ, അങ്ങനെ അവൻ്റെ സ്വന്തം സ്വാൻ ധർമാൻ, അവൻ്റെ സ്വന്തം ധർമാചരണങ്ങളിലൂടെ എന്ന് വെച്ചാൽ ധാർമ്മികമായ ജീവിതത്തിലൂടെ ദോഗ്ധി എന്ന് വെച്ചാൽ അനുഭവിക്കുന്നു, ഈ ഭൂമിയിലെ ജീവിതത്തെ അനുഭവിച്ച് ഭൂയഹ, അങ്ങനെ മരിച്ചു പോയിട്ട് വീണ്ടും താൻ അവൻ പിബർത്തി തിരിച്ചു വരുന്നു ഇതേ ജീവിതം നയിക്കാൻ. മനസ്സിലായ? അപ്പോൾ ചില ഗൃഹസ്ഥന്മാരെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. ചില ഗൃഹസ്ഥന്മാർ ധാർമ്മികമായ രീതിയിൽ ജീവിക്കുന്ന കുടുംബസ്ഥന്മാരായിരിക്കും. സത്യസന്ധമായ രീതിയിൽ നേരായ മാർഗത്തിലൂടെ പഠിച്ചൊരു ജോലിയൊക്കെ കിട്ടി കുടുംബം, ഭാര്യ, മക്കൾ ഇവരെയൊക്കെ പരിപാലിച്ച് നേരായ രീതിയിൽ ജീവിക്കുന്ന ഗൃഹസ്ഥന്മാരാണ്. അവർ അവരുടെ ധാർമ്മികമായ രീതിയിൽ തന്നെ പണം സമ്പാദിച്ച് അവരുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിച്ച് എല്ലാ സുഖങ്ങളെയും ഈ ഭൂമിയിൽ വെച്ച് അനുഭവിച്ചു മരിച്ചു പോയാൽ വീണ്ടും പിന്നീട് അവർ തിരിച്ച് ഇതേ ജീവിതം തന്നെ നയിക്കാനാണ് ഇവർ തിരിച്ചു വരുന്നത്. കാരണം ഇവർ മുക്തിയും മോക്ഷത്തെക്കുറിച്ച് അറിയുന്നില്ല. ഇവർക്ക് ഈ ഭൂമിയിലെ ജീവിതം സുഖമായി ജീവിക്കണം, പക്ഷെ അതൊരു ആരെയും വേദനിപ്പിച്ചോ ദ്രോഹിച്ചോ അല്ല, ധാർമ്മികമായ രീതിയിൽ തന്നെ നല്ല രീതിയിൽ സത്യസന്ധമായി ജീവിക്കണമെന്ന് ആഗ്രഹിച്ച് അങ്ങനെ ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർ ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു പോയാലും ആ സൂക്ഷ്മ ശരീരം പിന്നീട് എല്ലാതും കഴിഞ്ഞ് തിരിച്ചു ഭൂമിയിൽ കുറേ ജന്മങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇതുപോലെ തന്നെയാണ് ഇവർ തിരിച്ചു വരുന്നത്. ഇതേപോലെ തന്നെ ഒരു കുടുംബസ്ഥനായിട്ട് ധർമ്മം, അർത്ഥം, കാമം, അതുവരെ ആദ്യത്തെ 3 എണ്ണം അതനുസരിച്ച് ജീവിക്കുന്ന ഒരു കുടുംബസ്ഥനായിട്ട് തന്നെ അവർ തിരിച്ചു വരികയും ചെയ്യുന്നു ഈ ഭൂമിയിലേക്ക്. അപ്പോൾ അവിടെ മുക്തി ലഭിക്കുന്നില്ല, കാരണം മുക്തിയെക്കുറിച്ച് അവൻ അറിയില്ല, അതാണ് പറയുന്നത്. അങ്ങനെ അവർ വീണ്ടും തിരിച്ചു വരുന്നു. അപ്പോൾ അവർ ഇനി അങ്ങനെ തിരിച്ചു വരുമ്പോൾ ഇതിൻ്റെ ബാക്കി സഹ ച എന്നുവെച്ചാൽ, സഹ ച എന്ന് വെച്ചാൽ ആ ശ്ലോകത്തിൻ്റെ ബാക്കി, അവർ ഭഗവത് ധർമാത്, ഭഗവാന്റെ ധർമ്മത്തെക്കുറിച്ച് പരാങ്മുഖ, പരാങ്മുഖ എന്ന് വെച്ചാൽ മുഖം തിരിച്ചു നിൽക്കുന്നവർ എന്ന് വെച്ചാൽ അറിയുന്നില്ല എന്ന്. എന്നിട്ട് കാമമൂഢഹ, ഈ ലോകത്തിലെ ജീവിതത്തിലെ സുഖങ്ങൾ കിട്ടണം, ഭൗതിക ജീവിതം, ഈ കുടുംബജീവിതം സുഖമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചു മൂഢന്മാരായിരിക്കുന്നു. അവർ ധാർമ്മികമായിട്ടാണ് ജീവിക്കുന്നത് എങ്കിൽ അത് മനുഷ്യൻ്റെ ധർമ്മത്തെ മാത്രമേ അവൻ അറിയുന്നുള്ളൂ. അവൻ ഭഗവത് ധർമാത്, ഭഗവാന്റെ ധർമ്മത്തെക്കുറിച്ച് അവൻ അറിയുന്നില്ല. അങ്ങനെ ഈ ലോക ജീവിതത്തിലെ സുഖമായി ജീവിക്കാൻ വേണ്ടി അവൻ യജതേ എന്ന് വെച്ചാൽ ആരാധിക്കുന്നു, കൃതുബിഹി, കൃതു എന്ന് വെച്ചാൽ യാഗം, പൂജ, യജ്ഞം എന്നിവയൊക്കെ നടത്തിയിട്ട് അവൻ ആരാധിക്കുന്നു. ദേവാൻ പിതൃൻശ്ച, പിതൃക്കളെയും ദേവന്മാരെയും ആരാധിച്ച് ശ്രദ്ധയാന്വിത, വളരെ ശ്രദ്ധയോടെ ദൃഢവിശ്വാസത്തോടെ ഈ ലോക ജീവിതം സുഖമാവാൻ അവൻ ദേവന്മാരെയും പിതൃക്കളെയൊക്കെ യാഗം, പൂജ എന്നിവയൊക്കെ നടത്തി പൂജിച്ച് അവൻ്റെ ജീവിതം സുഖമായി ജീവിക്കാൻ കാമമൂഢ, ഈ ലോക ജീവിതത്തിലെ സുഖത്തെ കിട്ടണമെന്ന് ആഗ്രഹിച്ച മൂഢനായ അവൻ അങ്ങനെ ധർമാചരണത്തിലൂടെ അവൻ എല്ലാ സുഖങ്ങളെയും അനുഭവിച്ച് ജീവിക്കുന്നു. കാരണം ആ സുഖങ്ങൾ കിട്ടാൻ അവൻ കൃത്യമായി ചെയ്യേണ്ട സാധനകൾ ചെയ്യുന്നു, അവൻ നിത്യവും പൂജ ചെയ്യുന്നു, നാമം ജപിക്കുന്നു, പിതൃക്കളെയും ദേവന്മാരെന്ന് വെച്ചാൽ എന്താ, സ്വർലോകത്തിൽ വസിക്കുന്ന ദേവന്മാരെ, അപ്പം സൂര്യദേവൻ, അഗ്നി, വായു, ജലം, ഭൂമി എന്നിങ്ങനെയുള്ള ദേവന്മാരെയൊക്കെ അവൻ ആരാധിച്ച് പൂജിച്ച് അവന് വേണ്ട പിതൃക്കളെ പൂജിച്ച് അവരുടെയൊക്കെ അനുഗ്രഹത്തോടുകൂടി ഭൂമിയിലെ സുഖങ്ങളൊക്കെ അനുഭവിച്ച് അവൻ ജീവിക്കുന്നു. പക്ഷെ അവൻ അറിയാതെ പോകുന്ന ഒന്നുണ്ട്, അവൻ അറിയുന്നത് മനുഷ്യൻ്റെ ധർമ്മം എന്താണെന്നാണ്, ഭഗവാന്റെ ധർമ്മം എന്താണെന്ന് അവൻ അറിയുന്നില്ല. അതിനോട് മുഖം തിരിച്ചിരിക്കും. അതാണ് ഭഗവത് ധർമാത് പരാങ്മുഖ, ഭഗവാന്റെ ധർമ്മത്തോട് മുഖം തിരിച്ചിരിക്കാന്ന് വെച്ചാൽ അതിനറിയുന്നില്ല. അപ്പോൾ കുടുംബസ്ഥന്മാരിൽ തന്നെ ഒരു വിഭാഗം ആളുകളെ കുറിച്ചാണ് പറഞ്ഞത്. അവർ ധാർമ്മികമായ രീതിയിൽ ജീവിച്ച് കുടുംബം സംരക്ഷിച്ച് ഈ ലോക ജീവിതത്തിൽ കുടുംബവുമായിട്ടുള്ള അവൻ്റെ ജീവിതം സുഖമായി ജീവിക്കാൻ വേണ്ടി ദേവന്മാരെയും പിതൃക്കളെയൊക്കെ വേണ്ട വിധത്തിൽ പൂജ, യാഗം ഇവയൊക്കെ നടത്തി ആരാധിച്ച് നാമം ജപിച്ച് ക്ഷേത്ര ദർശനം, വഴിപാടുകളൊക്കെ നടത്തുന്നത് എന്താ, സുഖമായിട്ട് ജീവിക്കണം, ആരോഗ്യം ഉണ്ടാവണം, ആയുസ് ഉണ്ടാവണം, പണം ഉണ്ടാവണം, സമാധാനം ഉണ്ടാവണം, മക്കൾ നന്നായി
നന്നായിരിക്കണം, എല്ലാം ഇങ്ങനെയൊക്കെയുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ച് ഭഗവാനെ പൂജിച്ച് നാമം ജപിച്ച് വിശ്വാസത്തോടു കൂടി അവൻ ജീവിക്കുന്നു. അവൻ്റെ ലക്ഷ്യം എന്താ? ഇവിടെ സമാധാനമായിട്ടും സന്തോഷമായിട്ടും ഈ ഭൂമിയിൽ ജീവിക്കണം. അപ്പോൾ അങ്ങനെ അത് ജീവിക്കാൻ വേണ്ടിയുള്ള അവൻ്റെ ഓരോ സുഖങ്ങൾ അനുഭവിക്കാനുള്ള ആഗ്രഹത്തോടു കൂടി അവൻ ജീവിക്കുന്നു. അവൻ അറിയുന്നത് ധർമ്മം മനുഷ്യൻ്റെ ധർമ്മമാണ്, ഭഗവാന്റെ ധർമ്മം എന്തെന്ന് അവൻ അറിയുന്നില്ല. മനുഷ്യൻ്റെ ധർമ്മം എന്താ? ഇവ തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? മനുഷ്യൻ അറിയുന്ന ധർമ്മം, മനുഷ്യൻ്റെ ധർമ്മം എന്ന് പറയുന്നത് എന്താ? മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ ശരീരം കൊണ്ടോ ആരെയും വേദനിപ്പിക്കാതെ ജീവിക്കുക. ഇതാണ് മനുഷ്യൻ അറിയുന്ന ധർമ്മം, അല്ലേ? നമ്മൾ മനസ്സുകൊണ്ട് പോലും ഒരാളെ കുറിച്ച് നെഗറ്റീവായിട്ട് ചിന്തിക്കാതിരിക്കുക, വാക്കുകൊണ്ട് മറ്റൊരാളെ വേദനിപ്പിക്കാതിരിക്കുക, ശരീരം കൊണ്ടും വേദനിപ്പിക്കാതിരിക്കുക, മനസ്സുകൊണ്ടും വേദനിപ്പിക്കാതിരിക്കുക. കാരണം മനസ്സുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന നെഗറ്റീവ് തോട്ട്സ് ആ വ്യക്തിക്ക് നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളെ ഉണ്ടാക്കി കൊടുക്കും. ആ വ്യക്തിക്ക് നേരിട്ടുള്ള കേൾക്കാൻ പറ്റുന്നില്ല, അറിയാൻ പറ്റുന്നില്ലെങ്കിലും ആ വ്യക്തിയുടെ ജീവിതത്തിൽ നെഗറ്റീവ് അനുഭവങ്ങളെ സൃഷ്ടിക്കും അയാളെക്കുറിച്ച് നെഗറ്റീവായി വേറൊരാൾ ചിന്തിച്ചാൽ. അപ്പം അതുകൊണ്ട് മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ ഒരാളെയും വേദനിപ്പിക്കാതെ ജീവിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന മനുഷ്യൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. എന്നാൽ ഭഗവത് ധർമ്മം എന്ന് വെച്ചാൽ അതല്ല. ഭഗവത് ധർമ്മം എന്ന് വെച്ചാൽ എന്താ? എന്ന് വെച്ചാൽ ഈ ശരീരം, മനസ്സ്, ബുദ്ധി ഇത് മൂന്നും ആണല്ലോ ചലിക്കുന്നതാണല്ലോ കർമ്മം ചെയ്യുന്നത്. ശരീരവും മനസ്സും ബുദ്ധിയുമാണ് ചലിക്കുന്നത് എന്ന് വെച്ചാൽ കർമ്മം ചെയ്യുന്നത്. ഇതിനെ മൂന്നും ചലിപ്പിക്കുന്ന ആ പ്രകൃതി എന്ന ശക്തിയിൽ സകല കർമ്മങ്ങളെയും സമർപ്പിച്ച്, എന്ന് വെച്ചാൽ എല്ലാ കർമ്മങ്ങളും ആ പ്രകൃതി ശക്തിയെ സ്മരിച്ചുകൊണ്ട് ചെയ്യുക. അമ്മയാണ് ആ കർമ്മം ചെയ്യുന്നത് എന്ന സ്മരണയോടുകൂടി ആ കർമ്മങ്ങളെ അനുഷ്ഠിച്ച് ജീവിക്കുമ്പോൾ ഞാൻ ആ കർമ്മം ചെയ്യുന്നു എന്ന ഭാവം ഇല്ലാതായിക്കൊണ്ട് കർമ്മം ചെയ്യാൻ സാധിക്കുന്നു. ഇങ്ങനെ കർമ്മം ചെയ്ത് ഭൂമിയിൽ ജീവിക്കുന്നതാണ് ഭഗവത് ധർമ്മം. ഞാൻ എന്ന ഭാവത്തോടു കൂടി കർമ്മം ചെയ്യുമ്പോൾ, അതായത് ഞാൻ ചെയ്തു, എൻ്റെ കഴിവ്, എൻ്റെ പഠിപ്പ്, ഞാൻ പഠിച്ചു, എൻ്റെ പഠിപ്പിൻ്റെ കഴിവുകൊണ്ട് ഞാൻ ഇതൊക്കെ നേടി, എൻ്റെ അറിവ് കൊണ്ട് ഞാൻ ഇതൊക്കെ നേടി, അല്ലെങ്കിൽ എൻ്റെ ബുദ്ധിശക്തി കൊണ്ട് ഞാൻ ചിന്തിച്ച് പ്രവർത്തിച്ചു എന്നൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടില്ലേ? അപ്പം അതായത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അവിടെ ഞാനാണ് ഈ കർമ്മം ചെയ്യുന്നത് എന്നാണ് അതിനർത്ഥം. ഞാനാണ് ഈ കർമ്മം ചെയ്യുന്നത് എന്ന് പറയുന്നതാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ ഭഗവത് ധർമ്മം എന്ന് പറയുന്നത് എന്താ? അതല്ല. ഈ ശരീരത്തെ, ഈ മനസ്സിനെ, ഈ ബുദ്ധിയെ കൊണ്ട് കർമ്മം ചെയ്യിച്ചത് ആ ശക്തിയാണ്. ആ ശക്തിയാണ് ഈ മൂന്നിനെയും ചലിപ്പിച്ചത് എന്ന് അറിഞ്ഞുകൊണ്ട് ആ സ്മരണയോടുകൂടി സകല കർമ്മങ്ങളെയും ആ ശക്തിയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് കർമ്മം ചെയ്യുമ്പോൾ അവിടെ ഞാൻ ചെയ്തു എന്ന കർത്തൃത്വബോധം ഇല്ലാതാകുന്നു. കർത്താവ് ഞാനാണ്, ഇതൊക്കെ ചെയ്തതിൻ്റെ ആള് ഞാനാണ്, എൻ്റെ കഴിവാണ് എന്ന ബോധം ഇല്ലാതാകുന്നു. അങ്ങനെ കർമ്മം ചെയ്ത് ഈ ഭൂമിയിൽ ജീവിക്കുക എന്നതാണ് ഭഗവത് ധർമ്മം. ചലിപ്പിക്കുന്ന ആളെ മറക്കാൻ പാടില്ലല്ലോ. ആ ചലിപ്പിക്കുന്ന ശക്തിയാണ് ദൈവം എന്ന് നമ്മൾ കപില മഹർഷി പറഞ്ഞത് നമ്മൾ കേട്ട് പഠിച്ചു കഴിഞ്ഞോളൂ, മനസ്സിലാക്കി കഴിഞ്ഞോളൂ. ആ ചലിപ്പിക്കുന്ന ശക്തി ഉണ്ടല്ലോ, ആ ശക്തിയാണ് ദൈവം എന്ന്. അപ്പോൾ ആ ദൈവത്തിൽ എല്ലാ കർമ്മങ്ങളെയും അങ്ങ് വിട്ടുകൊടുത്തുകൊണ്ട് കർമ്മം ചെയ്യാൻ സാധിക്കുന്നതാണ് ഭഗവത് ധർമ്മം. ആ ഭഗവത് ധർമ്മം മറന്നുപോയതാണ് മഹാബലിക്ക് പറ്റിയത്. അപ്പോഴാണ് ഭഗവാൻ ആ ധർമ്മത്തെ ഓർമ്മിപ്പിക്കാനായിട്ട് വാമനമൂർത്തിയായി വന്നത്. മഹാബലിയെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടുത്തെ പറഞ്ഞ പോലെ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞില്ലേ, ധാർമ്മികമായ രീതിയിൽ ജീവിച്ച മനുഷ്യനാണ് ബലി, അല്ലേ? വളരെ സത്യസന്ധൻ. അദ്ദേഹത്തിൻ്റെ ഭരണകാലം ജനങ്ങൾ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നില്ല. അത്രയ്ക്ക് സത്യസന്ധമായി ധാർമ്മികമായി ജീവിച്ച, ഈ ലോകത്തെ ഭരിച്ച, ഈ ഭൂമിയെ ഭരിച്ച രാജാവാണ്. പക്ഷെ എന്താ ഒരു പ്രശ്നം വരിച്ചത്? ബലിക്ക് അറിയുന്നത് മനുഷ്യൻ്റെ ധർമ്മ. അവിടെ ഭഗവത് ധർമ്മം ബലി മറന്നുപോയി, അറിഞ്ഞിരുന്നില്ല. അപ്പോൾ ഭഗവത് ധർമ്മം എന്താ? ബലിയെ ഇത്രയും വലിയ ഭൂമിയുടെ ചക്രവർത്തിയാക്കിയ രീതിയിൽ ബലിയുടെ ബുദ്ധിയെയും മനസ്സിനെയും ശക്തമായ രീതിയിൽ പ്രവർത്തിപ്പിച്ച്, ശരീരത്തെയും പ്രവർത്തിപ്പിച്ച് ഇത് മുഴുവൻ നേടിയെടുപ്പിച്ച, സ്വന്തമാക്കാൻ സഹായിച്ച ആ ശക്തിയെ ബലി മറന്നു. സ്വന്തം കഴിവുകൊണ്ടാണെന്ന് ബലി വിചാരിച്ചു. അതാണ് ആ ഭഗവത് ധർമ്മത്തെ മനസ്സിലാക്കി കൊടുക്കാനാണ് ഭഗവാൻ ബലിയുടെ അടുത്തേക്ക് വാമനമൂർത്തിയായിട്ട്
വന്നത്. അപ്പോൾ ഭഗവാന്റെ ധർമ്മം എന്ന് പറയുന്നത് അതാണ്. അങ്ങനെ ജീവിക്കുന്നതാണ് ധാർമ്മികമായ ജീവിതം. അതാണ് ഭഗവത് ധർമ്മം എന്ന് പറയുന്നത്. ഈ മനുഷ്യന്റെ ധർമ്മം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പറയുന്ന മനസ്സോ വാക്കോ ശരീരം കൊണ്ടോ ആരെയും വേദനിപ്പിക്കാതെ ജീവിക്കുക എന്നുള്ളതാണ് മനുഷ്യന്റെ ധർമ്മം. മനസ്സിലായോ? അപ്പോൾ ഈ ധർമ്മം, മനുഷ്യധർമ്മം എന്തെന്ന് മാത്രം അറിഞ്ഞ് ജീവിക്കുന്ന ഗൃഹസ്ഥന്മാർ ഇങ്ങനെ ധാർമ്മികമായ രീതിയിൽ ഈ ലോകത്തെ ജീവിതം സുഖാക്കാൻ നമ്മൾ ഈശ്വരന്മാരെ, ഇഷ്ടമൂർത്തികളെ, ദേവന്മാരെ, അതുപോലെ പിതൃക്കളെയൊക്കെ ആരാധിച്ച് പൂജിച്ച് യാഗം, പൂജ, നാമങ്ങൾ, ക്ഷേത്ര ദർശനം, വഴിപാടുകളൊക്കെ ചെയ്ത് നമ്മൾ ഈ സുഖമായി ജീവിക്കുക എന്ന ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധയോടും വിശ്വാസത്തോടും ധാർമ്മികമായി അവർ ജീവിച്ച് ഈ സുഖങ്ങളെയൊക്കെ അനുഭവിച്ചു പോയി വീണ്ടും അവർ തിരിച്ചു വരുന്നത് ഇങ്ങനെ ഒരു ജീവിതത്തിലേക്ക് തന്നെയാണ് അവർ തിരിച്ചു വരുന്നത്. പക്ഷേ ഇവരിവിടെ ഭഗവത് ധർമ്മം എന്തെന്ന് മറന്നു പോകുന്നു. അത് മറക്കുന്നത് കൊണ്ടാണല്ലോ അവർക്ക് മോക്ഷം എന്താണെന്ന് അറിയാത്തത്. അവർക്ക് ധർമ്മം, അർത്ഥം, കാമം, പുരുഷാർത്ഥങ്ങളിൽ ഈ മൂന്നിനെ മാത്രമേ അറിയുള്ളൂ. മോക്ഷത്തെക്കുറിച്ച് അവർക്കറിയില്ല. മോക്ഷത്തിൽ എത്തണമെങ്കിൽ ഭഗവത് ധർമ്മം അറിയണം, എന്നിട്ട് ആ ധർമ്മത്തെ അനുഷ്ഠിച്ച് ജീവിക്കണം. അപ്പോഴാണ് മുക്തിയെ പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലേ? ഞാൻ എന്ന അഹം, വ്യക്തിബോധം പോണം. അവിടെ ശക്തിയെ അറിയണം, പ്രകൃതി എന്ന ശക്തിയെ അറിഞ്ഞ് അവിടെ ശരണാഗതി അടഞ്ഞ് അവിടെ സമർപ്പിക്കുമ്പോഴാണ് ഈ ഞാൻ എന്ന വ്യക്തിബോധം പോയി അങ്ങനെയാണ് മുക്തിയെ പ്രാപിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ പുരുഷാർത്ഥങ്ങളിൽ നാലാമത്തെ അവർക്കറിയില്ല. ഇങ്ങനെയുള്ളവർ മരിച്ചു പോയി കഴിഞ്ഞാൽ ഏത് ലോകത്തേക്ക് പോകുമെന്നാണ് പറയുന്നത്. ശ്ലോകം 3. തത് ശ്രദ്ധയാ ആക്രാന്തമതി പിതൃദേവവ്രതഃ പുമാൻ ഗത്വാ ചാന്ദ്രമാസം ലോകം സോമഭഃ പുനഃ ഏഷ്യതി. തത് ശ്രദ്ധയാ ആക്രാന്തമതിഃ പിതൃദേവവ്രതഃ പുമാൻ ഗത്വാ ചാന്ദ്രമാസം ലോകം സോമഭഃ പുനഃ ഏഷ്യതി. തത് എന്ന് വെച്ചാൽ യാഗയജ്ഞാദി കർമ്മങ്ങളിലൂടെ ശ്രദ്ധയാ, ഭക്തിയോടുകൂടിയിട്ട്, ഭക്തിയോടെ, ശ്രദ്ധ എന്ന് വെച്ചാൽ പൂർണ്ണ വിശ്വാസത്തോടെ ഭക്തിയോടെ പൂജ, നാമജപം, യാഗം എന്നിവയൊക്കെ നടത്തിയിട്ട് പിതൃദേവവ്രത, പിതൃക്കളെയും ദേവന്മാരെയും ഒക്കെ ഇങ്ങനെ ആരാധിച്ച് ആഗ്രഹങ്ങൾ, ഈ ഭൗതിക ലോകത്തെ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാൻ പിതൃക്കളെയും ദേവന്മാരെയും ഒക്കെ നല്ല രീതിയിൽ പൂജ ചെയ്ത് ആരാധിച്ച് ആക്രാന്തമതി എന്ന് വെച്ചാൽ എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഈ പുറമേ നടത്തുന്ന ഇത്തരത്തിലുള്ള ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, വഴിപാട്, ഇതിലൊക്കെ ഇല്ലേ, ഇവയിൽ പൂർണ്ണമായ ബുദ്ധി, അതിൽ ബുദ്ധി ഉറപ്പിച്ച് അതിൻ്റെ അപ്പുറത്തുള്ള ഞാൻ എന്ന വ്യക്തിബോധത്തെ ഇല്ലാതാക്കുന്ന മുക്തിയെക്കുറിച്ച്, ഭഗവത് ധർമ്മത്തെക്കുറിച്ച് അറിയില്ല. ഇവിടെ സമൂഹത്തിൽ നടക്കുന്ന ആചാര അനുഷ്ഠാനങ്ങൾ, ഈശ്വര പ്രാർത്ഥന, നാമജപം, വ്രതങ്ങൾ, ഉപവാസങ്ങൾ, യാഗം, യജ്ഞം, പൂജ, ഇവയൊക്കെ, ക്ഷേത്ര ദർശനം, ഇവയൊക്കെ ചെയ്ത് പൂർണ്ണ വിശ്വാസത്തോടുകൂടി പിതൃക്കളെയും ദേവന്മാരെയും ആരാധിച്ച് ജീവിക്കുന്ന ഇങ്ങനെയുള്ള പുമാൻ മനുഷ്യർ ഗത്വ എന്ന് വെച്ചാൽ എത്തുന്നു, ചാന്ദ്രമാസം ലോകം, ചന്ദ്രലോകത്തേക്കാണ് എത്തുന്നത് എന്ന്. നോക്കൂ, ഇവരുടെ പ്രത്യേകത, ഇവര് മരണം സംഭവിച്ച് സ്ഥൂല ശരീരം ഈ പഞ്ചഭൂതങ്ങളിൽ ലയിക്കുന്നു. സൂക്ഷ്മ ശരീരം അധോ ലോകങ്ങളിലേക്കല്ല പോകുന്നത്, നരകലോകത്തിലേക്കല്ല പോകുന്നത്, അത് ചന്ദ്രലോകത്തേക്ക്. കാരണം എന്താ? ഇവർ ഭൂമിയിൽ ധാർമ്മികമായി ജീവിച്ചവരാ. ഇവരുടെ വാക്കോ പ്രവൃത്തിയോ മനസ്സോ കൊണ്ട് ഇവർ ആരെയും വേദനിപ്പിക്കാതെ ധാർമ്മികമായി ജീവിച്ച് സ്വധർമ്മം പൂർത്തിയാക്കി. അതെന്താ? കുടുംബത്തെ പരിപാലിക്കുക എന്നുള്ളത് സ്വധർമ്മമാണ്. ആ കർമ്മത്തെ പൂർത്തിയാക്കി. മോക്ഷം മുക്തിയോ ഒന്നും അറിയില്ലെങ്കിൽ അത് ചെയ്തതുകൊണ്ട് അവർ എങ്ങടായിരിക്കും പോവുക? ഉയർന്ന ലോകങ്ങളിലേക്കായിരിക്കും പോവുക, അല്ലെ? നല്ല ലോകങ്ങളിലേക്ക്, സ്വർലോകങ്ങളിലേക്കൊക്കെയാണ് അവർ പോവുക. അപ്പൊ അതാണ് പറയുന്നത്, അവര് ചാന്ദ്രമാസം ലോകം എന്ന് വെച്ചാൽ ചന്ദ്രലോകത്തേക്ക് അവർ പോകുന്നു. എന്നിട്ട് സോമഭ, അവിടെ സോമരസമൊക്കെ കുടിച്ച് ആ ചന്ദ്രലോകത്തിലെ സുഖങ്ങളെയൊക്കെ അനുഭവിച്ച് പുനഃ, പുണ്യം തീരുമ്പോൾ വീണ്ടും ഏഷ്യതി, ഭൂമിയിൽ വന്ന് പിറക്കുന്നു. അപ്പോൾ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ അധോലോകങ്ങളിൽ, നരകലോകങ്ങളിലേക്ക് അധാർമികമായി ജീവിച്ച കുടുംബസ്ഥരാ. അപ്പോൾ അവരെ കൊണ്ടുപോകാൻ യമകിങ്കരന്മാർ വന്ന് നരകലോകത്തേക്ക് കൊണ്ടുപോയി യാതനകൾ അനുഭവിക്കുന്നത് കണ്ടു. ഇവിടെ ധാർമ്മികമായി ജീവിക്കുന്ന കുടുംബസ്ഥരാ. അവർക്ക് മുക്തി ആഗ്രഹമില്ല, അതിനെക്കുറിച്ചൊന്നും ഭഗവത് ധർമ്മവും അറിയില്ലെങ്കിലും അവർ ധാർമ്മികമായി ഈ ഭൂമിയിൽ ആരെയും വേദനിപ്പിക്കാതെ സത്കർമ്മങ്ങൾ ചെയ്ത് ജീവിച്ച്, ജോലി ചെയ്ത് ജീവിച്ച് കുടുംബത്തെ സംരക്ഷിച്ച് സ്വധർമ്മം പൂർത്തിയാക്കിയവരാ. അതുകൊണ്ട് അവർ ചന്ദ്രലോകത്ത് പോകുന്നു. അതായത് ദേവലോകം പോലെയുള്ള ആ സുഖമായി ജീവിക്കാൻ കഴിയുന്ന
ചന്ദ്രദേവന്റെ ലോകത്തേക്ക്, ചന്ദ്രലോകത്തേക്ക് പോയിട്ട് അവിടെ സോമരസമൊക്കെ കുടിച്ച്, എന്ന് വെച്ചാൽ അവിടുത്തെ സുഖങ്ങളെ, ദേവന്മാർ അനുഭവിക്കുന്ന സുഖങ്ങളൊക്കെ അനുഭവിച്ച് അവർ ചെയ്ത പുണ്യാണ് അവർ ആ ഉയർന്ന ലോകത്തേക്ക് എത്തിയത്. എന്നിട്ട് ആ പുണ്യം തീരുമ്പോൾ അവർക്ക് അടുത്ത ജന്മം, ആ സൂക്ഷ്മ ശരീരത്തിന് അടുത്ത ശരീരം സ്വീകരിക്കേണ്ട സമയമാകുമ്പോൾ ഭൂമിയിൽ വന്ന് അവർ വന്ന് പിറക്കുന്നത് ഇതുപോലെ തന്നെ ഒരു കുടുംബസ്ഥനായിട്ടായിരിക്കും വന്ന്, അങ്ങനെ ഒരു രീതിയിൽ ജീവിക്കാൻ വേണ്ടി ആ രീതിയിലായിരിക്കും വന്ന് ജനിക്കുന്നത് എന്ന്. അപ്പം അവരുടെ ഗതി മനസ്സിലായല്ലോ. അവർ ചന്ദ്രലോകത്തേക്ക് പോയി പുണ്യം അനുഭവിച്ച്, സുഖങ്ങൾ അനുഭവിച്ച്, പുണ്യം തീരുമ്പോൾ തിരിച്ചു ഭൂമിയിൽ വന്ന് ഇത്തരത്തിൽ തന്നെ ജീവിക്കുന്നു എന്നർത്ഥം. ഇനി എന്നാൽ അടുത്തതിന് അവരെക്കുറിച്ച്, പക്ഷേ ഇവർ ഈ പോകുന്ന ഈ ചന്ദ്രലോകത്തിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. 4ാമത്തെ ശ്ലോകത്തിൽ വളരെ ശ്രദ്ധിക്കണം. യഥാ ച അഹി ഇന്ദ്രശയ്യായാം ശേദേ അനന്താസനഃ ഹരി തഥാ ലോകലയം യാന്തി ത ഏതേ ഗൃഹമേദീനാം. അതായത് യഥാ, ഈ ചന്ദ്രലോകത്തേക്കാണ് ഇവരുടെ സൂക്ഷ്മ ശരീരം എത്തിച്ചേരുന്നത് എന്ന് പറഞ്ഞില്ലേ. അതൊരിക്കലും ദേവന്മാർ വസിക്കുന്ന ലോകമാണ് ഈ ചന്ദ്രലോകം. പക്ഷേ ഈ ലോകവും മുക്തിക്ക്, ഈ ലോകത്തിലെത്തുമ്പോഴും മുക്തി ലഭിക്കുന്നില്ല. അതിന് കാരണമാണ് പറയുന്നത്. യഥാ, എപ്പോഴാണോ അഹി ഇന്ദ്ര, സർപ്പങ്ങളുടെ രാജാവായിട്ടുള്ള ആദിശേഷൻ, ശയ്യായാം, ആദിശേഷനെ ശയ്യയാക്കിയിട്ട്, കിടക്കയാക്കിയിട്ട്, ശേദേ, അതിൽ ശയിക്കുന്ന, അനന്താസന, അനന്തനെ ഇരിപ്പിടമാക്കിയ ഭഗവാൻ ശ്രീഹരി യോഗനിദ്രയിലേക്ക് പോകുമ്പോൾ, അതായത് എപ്പോഴാണോ ഭഗവാൻ ശ്രീഹരി ആ ആദിശേഷന്റെ പുറത്ത് യോഗനിദ്രയിൽ ശയിക്കുന്നത്, തഥാ, അപ്പോൾ ലോകം ലയം, ഈ ലോകം മുഴുവനും ആ ഭഗവാനിൽ യാന്തി, ആ ഭഗവാനിൽ ലയിച്ചു ചേരുന്നു. ലയം യാന്തി എന്ന് വെച്ചാൽ ലയിച്ചു ചേരുന്നു. ഏതേ, ഈ ഗൃഹമേദീനാം, ഈ ഗൃഹസ്ഥാശ്രമികളുടെ സൂക്ഷ്മ ശരീരം എത്തിച്ചേർന്ന ഈ ചന്ദ്രലോകമടക്കം അങ്ങനെ ഭഗവാന്റെ ഉദരത്തിലേക്ക് ലയിച്ചു ചേരുന്നു. അതെപ്പോഴായിരിക്കും സംഭവിക്കുക? 1000 ചതുർയുഗങ്ങളുടെ അവസാനത്തിൽ, അല്ലെ? 1000 ചതുർയുഗമാകുന്നത് ബ്രഹ്മാവിൻ്റെ ഒരു പകലാണെന്ന് നമുക്കറിയാം. അതിനെയാണ് ഒരു കൽപ്പം എന്ന് പറയുന്നത്. ബ്രഹ്മാവിൻ്റെ ഒരു പകലിനെയാണ് ഒരു കൽപ്പം എന്ന് പറയുന്നത്. അതിൻ്റെ കാലയളവ് എത്രയാ? 1000 ചതുർയുഗങ്ങൾ. ഈ 1000 ചതുർയുഗം കഴിയുമ്പോൾ ഒരു നൈമിത്തിക പ്രളയം സംഭവിച്ചിട്ട് സ്വർലോകം തൊട്ടുള്ള ലോകങ്ങളുണ്ടല്ലോ, 14 ലോകങ്ങളുണ്ട്. അതിൽ ഏറ്റവും മുകളിലെ അറിയാലോ, വിരാട് സ്വരൂപന്റെ ശിരസ് ബ്രഹ്മലോകാണ്. അതൊക്കെ കഴിഞ്ഞ് സ്വർലോകം, ലോകം, ഭൂലോകം, പിന്നെ താഴേക്ക് വരുന്ന ലോകങ്ങൾ. ഈ ലോകങ്ങൾ, അതായത് ആദ്യത്തെ 4 ലോകം, അതാണ് ഏറ്റവും ഊർധ്വലോകം എന്ന് പറയുന്നത്. അതായത് ബ്രഹ്മാവ് ഉൾപ്പെടെയുള്ള യോഗീശ്വരന്മാർ, യോഗാവസ്ഥയെ പ്രാപിച്ച മഹർഷിമാർ വരെ വസിക്കുന്ന ലോകമാണ് ആദ്യത്തെ 4 ലോകം. അതവിടെ നിന്നിട്ട് അതിന് താഴെ വരുന്ന ഭുവർലോകം തൊട്ടിട്ടുള്ള ലോകങ്ങളാണ് ഈ നൈമിത്തിക പ്രളയത്തിൽപ്പെട്ട് ഭഗവാന്റെ ഉദരത്തിലേക്ക് ലയിക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇതൊന്നുകൂടിയും പറഞ്ഞ് മനസ്സിലാക്കി തരാം. അതായത് 3 തരത്തിലാണ് ഈ പ്രളയങ്ങൾ നടക്കുക. ഓരോ യുഗങ്ങൾ കഴിയുമ്പോഴും ചെറിയൊരു പ്രളയം സംഭവിക്കും. സത്യയുഗം, അതായത് ആദ്യത്തെ സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. അതായത് ആ കലിയുഗം കഴിയുമ്പോൾ ഒരു ചെറിയ പ്രളയം സംഭവിക്കുന്നു. ആ പ്രളയം ബാക്കിയുള്ള ലോകങ്ങളെ ഒന്നും ബാധിക്കില്ല, ഭൂമിയിൽ മാത്രമായിട്ടാണ് സംഭവിക്കുക. അവിടെ ഭൂമിയിൽ ചില മാറ്റങ്ങളൊക്കെ സംഭവിച്ച് വീണ്ടും സത്യയുഗം ആരംഭിക്കുന്നു. ആ സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഈ കലിയുഗത്തിന്റെ അവസാനത്തിൽ വീണ്ടും ചെറിയൊരു പ്രളയം സംഭവിക്കുന്നു. അപ്പോൾ അവിടെ ഭൂമിക്ക് മുകളിലുള്ള ലോകങ്ങളിലോ താഴെ വരുന്ന ലോകങ്ങളിലോ ഒന്നും മാറ്റില്ല, ഭൂമിയിൽ മാത്രമാണ് ഒരു ചെറിയ മാറ്റം സംഭവിച്ച് വീണ്ടും സത്യയുഗത്തിലേക്ക് മാറുന്നത്. അത് ഓരോ കലിയുഗം കഴിയുമ്പോഴും ചെറിയ പ്രളയങ്ങളാണ് സംഭവിക്കുന്നത്. എന്നാൽ ഈ ഓരോ കലിയുഗം എന്നുള്ളത് 1000 കലിയുഗങ്ങളുണ്ടല്ലോ, 1000 ചതുർയുഗവും അവസാനിക്കുമ്പോൾ സംഭവിക്കുന്ന പ്രളയമാണ് നൈമിത്തിക പ്രളയം എന്ന് പറയുന്നത്. ഈ 1000 ചതുർയുഗങ്ങൾ അവസാനിക്കുമ്പോൾ ബ്രഹ്മാവിൻ്റെ പകൽ കഴിഞ്ഞു, ഇനി ബ്രഹ്മാവ് ഉറങ്ങുകയാണ്. അപ്പോൾ ആ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് കർമ്മം പൂർത്തിയാക്കിയല്ലോ, ഇനി സൃഷ്ടിയില്ല. അപ്പോൾ ഉറക്കത്തിലേക്ക് പോകുമ്പോൾ സംഭവിക്കുന്നത്, ബ്രഹ്മാവിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടതെല്ലാം നൈമിത്തിക പ്രളയത്തിലൂടെ ബ്രഹ്മാവിലേക്കും, ബ്രഹ്മാവ് അങ്ങനെ ഭഗവാന്റെ ഉദരത്തിലേക്കും കയറി, അങ്ങനെ ഭഗവാൻ ആദിശേഷന്റെ പുറത്തെ ശരീരത്തിൽ യോഗനിദ്രയിൽ അങ്ങനെ ഉറങ്ങിക്കിടക്കും. അത് 1000 ചതുർയുഗമാകുന്ന ബ്രഹ്മാവിൻ്റെ ആ രാത്രി. പിന്നെ വീണ്ടും പകലാവേണ്ട സമയം വരും. അപ്പോൾ ബ്രഹ്മാവ് ഉണരുന്നു, സൃഷ്ടികർമ്മം ആരംഭിക്കണം. അപ്പോൾ ഭഗവാൻ ഉണരുന്നു, ഭഗവാന്റെ ഉദരത്തിൽ നിന്നും ഈ സൂക്ഷ്മ രൂപത്തിൽ ലയിച്ചു ചേർന്ന ലോകങ്ങളുണ്ടല്ലോ. അപ്പോൾ അത് ഏത് ലോകങ്ങളാണ്? ഏറ്റവും ഈ 14 ലോകങ്ങളിൽ മുകളിൽ നിൽക്കുന്ന ലോകങ്ങൾ ഒഴിച്ച് സ്വർലോകം തൊട്ടിട്ടുള്ള ലോകങ്ങളാണ്
ഭഗവാന്റെ ഉദരത്തിലേക്ക് ലയിക്കുന്നത്. മറ്റേത് ലയിക്കുന്നില്ല, മറ്റേ ലോകങ്ങൾ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. സ്വർലോകം അടക്കമുള്ള ലോകങ്ങളാണ് ഭഗവാന്റെ ഉദരത്തിലേക്ക് ലയിച്ചു ചേർന്നിട്ട് വീണ്ടും ബ്രഹ്മാവിന് പകൽ വരുമ്പോൾ പുറത്തേക്ക് വരുന്നു. ബ്രഹ്മാവ് ആ താമരമുട്ടിലോട്ട് വന്ന് സൃഷ്ടികർമ്മം നടത്തുന്നു, തന്നിൽ നിന്നെല്ലാം ഉണ്ടാകുന്നു. വീണ്ടും ബ്രഹ്മാവിൻ്റെ ആ പകൽ 1000 ചതുർയുഗങ്ങൾ സൃഷ്ടികർമ്മം ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നു. അതിലും ഇതുപോലെ തന്നെ ഓരോ കലിയുഗം കഴിയുമ്പോഴും ചെറിയ ചെറിയ പ്രളയം വരും. അവിടെ ഭൂമിക്ക് മാത്രമേ വ്യത്യാസം വരുള്ളൂ. 1000 ചതുർയുഗം കഴിയുമ്പോൾ നൈമിത്തിക പ്രളയം വന്ന് വീണ്ടും ഈ ദേവലോകം, സ്വർലോകം തൊട്ടിട്ടുള്ള ലോകങ്ങൾ ഭഗവാന്റെ ഉദരത്തിലേക്ക് ലയിച്ചു ചേരുന്നു. ഭഗവാന്റെ ഉദരത്തിലേക്ക് ലയിച്ചു ചേരുന്നു. അങ്ങനെ അത് ഭഗവാന്റെ ഉദരത്തിൽ കിടന്ന് ഭഗവാൻ അങ്ങനെ യോഗനിദ്രയിൽ ശയിക്കുന്നു. പിന്നെ വീണ്ടും ബ്രഹ്മാവിൻ്റെ പകലാവുമ്പോൾ 1000 ചതുർയുഗം രാത്രി കഴിഞ്ഞ് പകലാവുമ്പോൾ വീണ്ടും ഉണരുന്നു. ഇപ്പൊ മനസ്സിലായില്ലേ? അസോ എടുത്തിട്ട് പോകും. ഇങ്ങനെയാണ് ആ നൈമിത്തിക പ്രളയം സംഭവിക്കുന്നത്. ഇനി ഇതിൻ്റെ അപ്പുറത്തും ഇതിലും വലിയൊരു പ്രളയം സംഭവിക്കുന്നുണ്ട്. അത് എപ്പോഴായിരിക്കും? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടത്. അതായത് ഈ നൈമിത്തിക പ്രളയത്തിലൂടെ ഇല്ലാതാകുന്നത് ബ്രഹ്മാവിൻ്റെ ഒരു പകലാണ്. 1000 ചതുർയുഗം എന്ന് പറയുന്ന കാലം അല്ലേ. ഇനി വേറൊരു പ്രളയം സംഭവിക്കുന്നത് മഹാപ്രളയമുണ്ട്. അതായത് ബ്രഹ്മാവിൻ്റെ ആയുസ് എത്രയാ? 100 വയസ്സാണെന്ന്. അതായത് 100 കൽപ്പമാണ് ബ്രഹ്മാവിൻ്റെ ആയുസ്. അപ്പോൾ ഒരു കൽപ്പം എന്ന് പറയുന്നത് ഒരു പകൽ, 1000 ചതുർയുഗം. അങ്ങനെ 100 കൽപ്പം, 100 വയസ്സാണ് ബ്രഹ്മാവിൻ്റെ ആയുസ് എന്ന് പറയുന്നു. അപ്പോൾ അതുവരെ ബ്രഹ്മാവ് ഉൾപ്പെടെയുള്ള ശ്രേഷ്ഠരായ മുക്തന്മാരും യോഗികളും ആ ഊർധ്വലോകങ്ങളിൽ വസിക്കുന്നു. അവിടെ ബ്രഹ്മാവിൻ്റെ ആയുസ് തീരുന്ന ആ 100 കൽപ്പം പൂർത്തിയാകുമ്പോഴാണ് ബ്രഹ്മലോകം ഉൾപ്പെടെയുള്ള ആ 4 ലോകങ്ങളും ഇല്ലാതാകുന്നത്. മനസ്സിലായോ? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? അതായത് 1000 ഓരോരോ കലിയുഗത്തിൻ്റെ അവസാനത്തിൽ ചെറിയ പ്രളയം സംഭവിക്കുന്നു. അവിടെ ഭൂമിക്ക് മാത്രമേ വ്യതിയാനം സംഭവിക്കുന്നുള്ളൂ. എന്നാൽ 1000 ചതുർയുഗങ്ങളുടെ അവസാനത്തിൽ നൈമിത്തിക പ്രളയത്തിൽ ലയിക്കുമ്പോൾ സ്വർലോകം തൊട്ടിട്ടുള്ള ലോകങ്ങൾ, താഴേക്ക് വരുന്ന ലോകങ്ങളൊക്കെ ഭഗവാൻ ആദിശേഷൻ്റെ പുറത്ത് ശയിക്കുന്ന ഭഗവാന്റെ ഉദരത്തിലേക്ക് കയറിയിട്ട് പിന്നെ 1000 ചതുർയുഗങ്ങളാകുന്ന രാത്രി കഴിഞ്ഞ് വീണ്ടും അടുത്ത കൽപ്പം ഉണ്ടാകുന്ന സമയത്ത് ഇവരെല്ലാം, ഈ ലോകങ്ങളടക്കം എല്ലാ സൃഷ്ടികളും പുറത്തേക്ക് വരുന്നു. അപ്പോൾ അവിടെ ഒരു ജനനവും മരണവും സംഭവിക്കുന്നുണ്ടെന്നർത്ഥം. ഇനി അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ദേവലോകം തൊട്ടിട്ടുള്ള എല്ലാ ലോകങ്ങളിലും വസിക്കുന്ന ദേവന്മാർ ഉൾപ്പെടെയുള്ള എല്ലാവരും മാറി മറിയും അല്ലേ. അവരൊക്കെ ഭഗവാന്റെ ഉദരത്തിലേക്ക് പോവും സൂക്ഷ്മരൂപത്തിൽ. പിന്നെ വീണ്ടും പുനർജനിക്കുമ്പോൾ, ബ്രഹ്മാവിൻ്റെ പകല് വന്ന് വീണ്ടും പുനർജനിക്കുമ്പോൾ ഇവരൊക്കെ വീണ്ടും ജനിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അവരൊക്കെ വീണ്ടും ജനിക്കും. അപ്പോൾ 1000 ചതുർയുഗമാകുന്ന കാലം കഴിഞ്ഞ് അവരൊക്കെ വീണ്ടും അപ്പോൾ ജനിക്കുന്നു മരിക്കുന്നു എന്ന ചക്രത്തിൽ ഇവരും പെടുന്നുണ്ട്. ഈ ദേവന്മാരുൾപ്പെടെയുള്ളവർ അവരും പെടുന്നുണ്ട്. ഇനി ഇതിൻ്റെയും മുകളിൽ ഏറ്റവും ഉയർന്ന രീതിയിലുള്ള സംഹാരം നടക്കുന്നത് മഹാപ്രളയമാണ്. അതിന് ബ്രഹ്മാവിൻ്റെ ആയുസ് തീരണം. ബ്രഹ്മാവിൻ്റെ ഒരു പകലിലെ ആയുസ്സല്ല, മുഴുവൻ ആയുസ്സും തീരെപ്പോഴാണ്? 100 വയസ്സാണ്. അതായത് 100 കൽപ്പം പൂർത്തിയാവണമെന്ന്. മനസ്സിലായില്ലേ? അപ്പോൾ 50 കൽപ്പം 50 കൽപ്പം, അതാണ് ദ്വിപരാർദ്ധം എന്ന് പറയുന്നത്. 50 കൽപ്പം എന്ന് പറഞ്ഞാൽ ദ്വിപരാർദ്ധം, പകുതി വയസ്സ്, പിന്നത്തെ 50 കൽപ്പം. അങ്ങനെ 2 കൽപ്പങ്ങൾ കൂടിച്ചേരും, 50 കൽപ്പങ്ങൾ, പരാർദ്ധങ്ങൾ കൂടിച്ചേരുമ്പോൾ ബ്രഹ്മാവിന് 100 കൽപ്പം, 100 വയസ്സാവുമ്പോഴാണ് ബ്രഹ്മാവ് വരെ ഇല്ലാതാവുക. അപ്പോഴാണ് ഏറ്റവും മുകളിലുള്ള ഊർധ്വലോകങ്ങളിൽ പെടുന്ന ബ്രഹ്മലോകം ഉൾപ്പെടെയുള്ള ശ്രേഷ്ഠമായ ലോകങ്ങൾ വരെ ഇല്ലാണ്ടാവുക. ഇതിൽ സംശയം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവസാനം ചോദിക്കാം. അങ്ങനെ 3 വിധത്തിലാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞപ്പോൾ ഈ കുടുംബസ്ഥരായിട്ട് ജീവിക്കുന്ന മോക്ഷത്തെക്കുറിച്ചറിയാത്ത ഗൃഹസ്ഥാശ്രമികൾ, അവർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ സൂക്ഷ്മ ശരീരം ഇവിടെ നിന്നും ചന്ദ്രലോകത്തേക്ക് പോകുന്നു, എന്നിട്ട് പുണ്യം വീഴുമ്പോൾ തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞില്ലേ. അവിടെയും അവർക്കൊരു മുക്തി ലഭിക്കുന്നില്ല. കാരണം ഈ ചന്ദ്രലോകം പോലും സൃഷ്ടിക്കപ്പെടുന്നു, സംഹരിക്കപ്പെടുന്നു, സൃഷ്ടിക്കപ്പെടുന്നു, സംഹരിക്കപ്പെടുന്നു എന്ന കാലചക്രത്തിൽ പെട്ടുപോകുന്നുണ്ട്.
ആ കാലചക്രം ഏതാ? 1000 ചതുർയുഗങ്ങൾ കഴിഞ്ഞ് നൈമിത്തിക പ്രളയം വരുമ്പോൾ ഈ ദേവലോകം ഉൾപ്പെടെയുള്ള ലോകം ഭഗവാൻ ആദിശേഷൻ്റെ ശയ്യയിൽ, ആദിശേഷനാകുന്ന ശയ്യയിൽ യോഗനിദ്രയിൽ കിടക്കുമ്പോൾ ഭഗവാൻ ശ്രീഹരിയുടെ ഉദരത്തിലേക്ക് ലയിച്ചു ചേരുന്നു ഈ ചന്ദ്രലോകം ഉൾപ്പെടെയുള്ള ലോകം. അപ്പം അതുകൊണ്ട് അത് ശാശ്വതമാണ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അവിടെയും ജനിക്കുന്നു മരിക്കുന്നു എന്ന അവസ്ഥ വരുന്നുണ്ട് എന്ന് മനസ്സിലായ. പുണ്യലോകങ്ങളിൽ പോകുന്നു, പുണ്യം അനുഭവിക്കുന്നു, പുണ്യം തീരുമ്പോൾ ഭൂമിയിൽ ജനിക്കുന്നു. അപ്പം ജനിക്കുന്നു മരിക്കുന്നു. ഈ പുണ്യലോകമായ ചന്ദ്രലോകം പോലും ജനിക്കുന്നു മരിക്കുന്നു, നൈമിത്തിക പ്രളയത്തിൽ ഇല്ലാതാകുന്നു, വീണ്ടും പുനർജനിക്കുന്നുണ്ട്. അപ്പം അവിടെയും ശാശ്വതമായ ഒരു മുക്തി സംഭവിക്കുന്നില്ല എന്ന് പറയാനട്ടാ. ഇനി ശ്ലോകം 5, 6, 7 ഒരുമിച്ച്. യേ സ്വധർമാൻ ന ദുഹ്യന്തി ധീര കാമാർത്ഥ ഹേതവേ നിസംഗന്യസ്തകർമാണ പ്രശാന്ത ശുദ്ധ ചേതസ. ശ്ലോകം 6. നിവൃത്തി ധർമ്മനിരത നിർമ്മമ നിരഹങ്കൃത സ്വധർമ്മ ആഖ്യേന സത്വേന പരിശുദ്ധേന ചേതസ. ശ്ലോകം 7. സൂര്യദ്വാരേണ തേ യാന്തി പുരുഷം വിശ്വതോമുഖം പരാ അവര ഈശം പരാവരേശം പ്രകൃതി അസ്യ ഉത്പത്തി അന്ധഭാവനം. അത് ഒരുമിച്ച് ചൊല്ലുക. ഇപ്പോൾ പറഞ്ഞത് മനുഷ്യധർമ്മം മാത്രം അറിഞ്ഞ് ധർമ്മമർത്ഥം കാമം അതിനെ മാത്രം അങ്ങനെ മാത്രം ജീവിക്കുന്ന, പുരുഷാർത്ഥങ്ങളിൽ ആദ്യത്തെ 3 മാത്രം അറിഞ്ഞ് ജീവിക്കുന്ന കുടുംബസ്ഥരുടെ ഗതിയാണ് പറഞ്ഞത്. അവരും ജനന മരണ ചക്രത്തിൽ പെട്ടുപോകുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇനി ഇവിടെ പറയുന്നത് അതല്ലാതെ, അതായത് മനുഷ്യധർമ്മവും ഭഗവത് ധർമ്മവും ഈശ്വരധർമ്മവും അറിഞ്ഞ് ജീവിക്കുന്ന ഗൃഹസ്ഥാശ്രമികൾ കുടുംബജീവിതം തന്നെ നയിക്കുന്നവരായിരിക്കും. പക്ഷെ അവർ നയിക്കുന്നത് എങ്ങനെയായിരിക്കും? ഈ ശരീരത്തിൽ ഞാൻ ഇരിക്കുമ്പോൾ ഇതെൻ്റെ സ്വധർമ്മമായി കണ്ടുകൊണ്ട് കുടുംബത്തെ പരിപാലിച്ച് സ്വധർമ്മ ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുന്ന, മനുഷ്യധർമ്മവും ഈശ്വരധർമ്മവും അറിഞ്ഞ് ജീവിക്കുന്ന മനുഷ്യർ, അവരുടെ ഗതിയെക്കുറിച്ചാണ് കേട്ടോ ഈ 3 ശ്ലോകങ്ങളിൽ ഒരുമിച്ച് പറയുന്നത്. അവരുടെ സ്വഭാവം, അവരുടെ ലക്ഷണം എന്താണെന്നാണ് ആദ്യം പറയുന്നത്. ആരാണോ സ്വധർമാൻ, തൻ്റെ കർമ്മങ്ങളെ സ്വധർമ്മമായി കണ്ട് ധീരഹ ധീരനായി നിന്ന് കാമാർത്ഥഹേതവേ ന ദുഹ്യന്തി കാമാർത്ഥഹേതവേ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ, അർത്ഥം പണം സമ്പാദിക്കാൻ, ഹേതവേ എന്നിവയ്ക്ക് വേണ്ടി ന ദുഹ്യന്തി എന്ന് വെച്ചാൽ അല്ലാതെ സ്വധർമ്മം പൂർത്തിയാക്കുന്ന ധീരന്മാർ, അതാണ് ഇവിടെ പറഞ്ഞത്. ആരാണോ കാമാർത്ഥഹേതവേ ന ദുഹ്യന്തി, പണം സമ്പാദിക്കുക, ആഗ്രഹങ്ങൾ അനുഭവിക്കുക, സുഖമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുക, അവയ്ക്ക് വേണ്ടി അല്ലാതെ ന ദുഹ്യന്തി എന്ന് വെച്ചാൽ അവയ്ക്ക് വേണ്ടി അല്ലാതെ സ്വധർമാൻ അവനവൻ്റെ കർമ്മത്തെ, ഞാൻ ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ഇതൊക്കെ എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് സ്വധർമ്മമായി ഡിറ്റാച്ച്, അതിനെയാണ് മമതയില്ലാതെ എന്ന് പറയുക. എൻ്റെ സ്വന്തം എന്നില്ല, മമതയില്ല. ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ പുത്രൻ, ഭാര്യ, ഭർത്താവ്, അച്ഛൻ, അമ്മ എന്നത് ശരീരവുമായി ബന്ധപ്പെട്ട ബന്ധങ്ങളാണ്. അവരോടുള്ള കർമ്മങ്ങളും ഉത്തരവാദിത്തങ്ങളും ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ചെയ്തു തീർക്കേണ്ട എൻ്റെ സ്വധർമ്മമാണ് എന്ന സങ്കല്പത്തിൽ നിന്നുകൊണ്ട് കർമ്മം ചെയ്യുന്ന ആളുകൾ അവർ ധീരന്മാരാണെന്ന് മനസ്സിലായ. അങ്ങനെ ഡിറ്റാച്ചഡായിട്ട് നിൽക്കാൻ, മമതയില്ലാതെ നിൽക്കാൻ കഴിയണമെങ്കിൽ ധീരത വേണം, ധീരനായിരിക്കണം. അവരുടെ ബുദ്ധി അത്രയും ശ്രേഷ്ഠമായ ബുദ്ധിയാണ്, അതാണ് ധീരനായിരിക്കാൻ അറിയാം. അതായത് ആ ഒരു ഭർത്താവ് അല്ലെങ്കിൽ മകൻ അല്ലെങ്കിൽ മകള്, ഭാര്യ എന്ന, അമ്മ, അച്ഛൻ എന്ന പൊസിഷനിൽ നിൽക്കുമ്പോഴും അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ എല്ലാ കർമ്മങ്ങളും, എന്നാൽ അറ്റാച്ച്മെൻറ്റിൽ നിൽക്കുന്ന ഒരു ഗൃഹസ്ഥൻ ചെയ്യുന്ന പോലെ തന്നെ എല്ലാ ഉത്തരവാദിത്തങ്ങളും പൂർത്തിയാക്കാൻ കഴിയണമെങ്കിൽ നല്ല ധീരത വേണം അല്ലേ? ആ ധീരതയോടുകൂടി സംഘം, ആരോടും അറ്റാച്ച്മെൻറ്റ്, ഓവറായിട്ടുള്ള മമത, എൻ്റെ സ്വന്തമാണ് ഇവരൊക്കെ എന്നുള്ള മമതയില്ലാതെ, ന്യസ്ത കർമ്മണ, കർമ്മത്തെ സന്യസ്ത, ത്യജിക്കുകയാണ് എന്ന് വെച്ചാൽ ഈ കർമ്മം ചെയ്യാനുള്ള ശരീരത്തിൻ്റെ ശക്തിയും മനസ്സിനും ബുദ്ധിക്കും ശക്തി നൽകിയ ആ പ്രകൃതിയാകുന്ന ദൈവത്തിൽ കർമ്മത്തെ ത്യജിച്ച്, കർമ്മം ചെയ്യാതെ ചലിക്കുന്നത് അവിടെ നിന്നാണ് എന്ന സ്മരണയോടുകൂടി ത്യജിച്ച് പ്രശാന്ത, അങ്ങനെ ജീവിക്കുമ്പോൾ മനസ്സ് ശാന്തമാവുകയാണ്. ഞാനാണ് ചെയ്യുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ടെൻഷൻ വരുന്നത്. ഇവിടെ മനസ്സ് ശാന്തമാകുന്നു, ശുദ്ധ ചേതസ, അപ്പോൾ മനസ്സ് പരിശുദ്ധമാകുന്ന മനസ്സോടുകൂടി. ഇനി ശ്ലോകം 6 ബാക്കി. നിവൃത്തി ധർമ്മ എന്ന് വെച്ചാൽ എന്താ? കർമ്മങ്ങളിൽ ധർമ്മമായി കൊണ്ട് അറിഞ്ഞുകൊണ്ട് കർമ്മം ചെയ്യുക, കർമ്മങ്ങളിൽ ആസക്തിയില്ലാതെ. നിരത എന്ന് വെച്ചാൽ മുഴുകുക, എന്നാൽ കർമ്മത്തിനോട് ആസക്തിയുള്ളവൻ ചെയ്യുന്ന പോലെ
അത്രയും ഭംഗിയായിട്ട് കർമ്മനിരതനായി കർമ്മത്തിൽ മുഴുകി, എന്നാൽ ഡിറ്റാച്ചഡായി നിന്നുകൊണ്ട്, അതായത് കർമ്മങ്ങളിൽ ആസക്തി ഇല്ലാതെ എന്നാൽ ആസക്തനുള്ളവൻ ചെയ്യുന്ന പോലെ തന്നെ കർമ്മനിരതനായി നിരന്തരമായി കർമ്മത്തിൽ മുഴുകി, നിർമ്മമ മമതയില്ലാതെ, നിരഹങ്കൃത ഞാൻ എന്ന അഹങ്കാരമില്ലാതെ, സ്വധർമാഖ്യേന ഇതെൻ്റെ സ്വധർമ്മമാണ്, സ്വധർമ്മം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ കർമ്മങ്ങളെ സത്വേന ജന്മനാ കിട്ടിയ സത്വഗുണത്താൽ പരിശുദ്ധേന ചേതസ പരിപൂർണമായും ശുദ്ധമായ മനസ്സോടുകൂടി ചെയ്തു പൂർത്തിയാക്കുന്ന മനുഷ്യർ സൂര്യദ്വാരേണ മരിക്കുമ്പോൾ സ്ഥൂല ശരീരം ഇവിടെ ലയിക്കുന്നു, സൂക്ഷ്മ ശരീരം സൂര്യലോകത്തേക്കാണ് പോകുന്നത്. നേരത്തെ പറഞ്ഞവർ ചന്ദ്രലോകത്തേക്കാണ് പോകുന്നത്. ഇവർ ആ ഭഗവത് ധർമ്മം അനുസരിച്ച് ജീവിച്ചവരാ. അപ്പം അതുകൊണ്ട് ഞാൻ എന്ന അഹങ്കാരമില്ലാതെ ജീവിച്ചതുകൊണ്ട് ആ സൂക്ഷ്മ ശരീരം സൂര്യലോകത്തേക്ക് പോയിട്ട് സൂര്യദ്വാരേണ യാന്തി തേ യാന്തി സൂര്യലോകത്തേക്ക് പോയിട്ട് തേ യാന്തി അവർ പ്രാപിക്കുന്നു പുരുഷം ആ പരമപുരുഷനെ, വിശ്വതോമുഖം വിശ്വം മുഴുവൻ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന അവരെ ഈശം ഈ ലോകത്തിൻ്റെയും പരലോകത്തിൻ്റെയും ഈശ്വരനായിട്ടുള്ള പ്രകൃതിയും ഈ പ്രകൃതിയുടെ തന്നെ നിയന്താവായിട്ടുള്ള അസ്യ ഉത്പത്തി ഈ ലോകത്തിൻ്റെ ഉത്പത്തി, അതായത് സൃഷ്ടി സ്ഥിതി അന്തം സംഹാരം എന്നിവയ്ക്കൊക്കെ ഭാവനം കാരണഭൂതനായിട്ടുള്ള ആ പരമപുരുഷനെ അവർ പ്രാപിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു ഭഗവത് ധർമ്മം അറിഞ്ഞ് ഈ ഭൂമിയിൽ ജീവിച്ച, ഞാൻ എന്ന വ്യക്തിബോധമില്ലാത്ത അഹങ്കാരമില്ലാതെ സകല കർമ്മങ്ങളെയും, എന്നാൽ ഈ ജന്മത്തിലെ കുടുംബത്തിനോടും എല്ലാത്തിനോടുമുള്ള ഉത്തരവാദിത്തങ്ങളെല്ലാം പൂർത്തിയാക്കാണ്. ഈ ഭൂമിയിൽ സുഖമായിട്ട് ജീവിക്കണമെന്ന ആഗ്രഹമില്ല, എന്നാൽ ഇതെൻ്റെ സ്വധർമ്മമായി കണ്ടുകൊണ്ട് ചെയ്ത് ഒന്നിനോടും ഒരു ബന്ധങ്ങളോടും ഒരു വസ്തുവിനോട് അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ എല്ലാ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ചലനങ്ങൾ ആ ചലിപ്പിക്കുന്ന ശക്തിയിൽ ദൈവത്തിൽ സമർപ്പിച്ച് ശാന്തമായ മനസ്സോടെ പരിശുദ്ധമായ മനസ്സോടെ ചെയ്യുന്ന പ്രവൃത്തിയിൽ ആസക്തിയില്ലാതെ, എന്നാൽ ഒരു ആസക്തൻ ചെയ്യുന്ന പോലെ ആ കർമ്മത്തിൽ മുഴുകിയിട്ട് മമതയില്ലാതെ ഞാൻ ആ കർമ്മം ചെയ്യണേ എന്നുള്ള മമതയില്ലാതെ, ഞാൻ എന്ന വ്യക്തിബോധവുമില്ലാതെ സ്വധർമ്മം എന്ന പേരിൽ അറിയപ്പെടുന്ന തൻ്റെ കർമ്മത്തെ ആ ഇരിക്കുന്ന ശരീരത്തിൽ ഇരിക്കുമ്പോൾ ഭൂമിയിൽ ചെയ്യേണ്ട കർമ്മത്തെ ചെയ്തു തീർക്കുന്ന സത്വേനാന്ന് വെച്ചാൽ ജന്മനാ കിട്ടുന്ന അവർക്ക് കിട്ടിയ ആ സത്വഗുണത്താൽ പരിപൂർണ ശുദ്ധീകരിക്കപ്പെട്ട മനസ്സോടെ ആ കർമ്മത്തെ ചെയ്തു തീർക്കുന്ന മനുഷ്യൻ, അവര് മരണശേഷം അവരുടെ സ്ഥൂല ശരീരം ഇവിടെ ലയിച്ച് സൂക്ഷ്മ ശരീരം സൂര്യലോകത്തേക്ക് പോകുന്നു. അവിടെ നിന്നും ഈ പ്രകൃതിക്ക് തന്നെ, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരത്തിന് കാരണവും ഇതിനെ ചലിപ്പിച്ച ആ പ്രകൃതി ശക്തിക്ക് കാരണവും ഈ ലോകത്തിൻ്റെയും പരലോകത്തിൻ്റെയും ഈശ്വരനായ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ പരമപുരുഷനിലേക്ക് അവർ ലയിച്ചു ചേരുന്നു. അപ്പോൾ അവർ സൂര്യലോകത്തേക്കാണ് പോകുന്നത് എന്ന് അർത്ഥം. അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇപ്പം 2 വിധത്തിലുള്ള ഗൃഹസ്ഥന്മാരുടെ ഗതി. ഇനി ശ്ലോകം 8. ഇനി ഇവർ സൂര്യലോകത്തേക്ക് പോകുന്നു. ദ്വിപരാർദ്ധ അവസാനെ, അതിനുശേഷം അവർക്ക് എന്താ സംഭവിക്കണേന്ന് കേട്ടാ. ദ്വിപരാർദ്ധ അവസാനെ യഹ പ്രളയ ബ്രഹ്മണ തു തേ താവത് അധ്യാസതേ ലോകം പരസ്യ പരചിന്തക. അപ്പോൾ മറ്റേ മോക്ഷത്തെക്കുറിച്ച് അറിയാത്ത ഈ മനുഷ്യധർമ്മത്തെക്കുറിച്ച് മാത്രം അറിയുന്ന ഗൃഹസ്ഥാശ്രമികൾ ചന്ദ്രലോകത്തേക്ക് പോകുന്നു, പുണ്യം തീരുമ്പോൾ തിരിച്ചു വരുന്നു, അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷേ ഈ ചന്ദ്രലോകം പോലും ശാശ്വതമല്ല, കാരണം അതും നൈമിത്തിക പ്രളയത്തിൽ ഇല്ലാണ്ടായി പിന്നെ വീണ്ടും 1000 ചതുർയുഗങ്ങൾ കഴിഞ്ഞ് വീണ്ടും ഉണ്ടാകുന്നുണ്ട്. ഇനി ഈ ഭഗവത് ധർമ്മം അറിഞ്ഞ് ജീവിക്കുന്നവർ സൂര്യലോകത്തേക്ക് പോകുന്നു. എന്നിട്ട് ദ്വിപരാർദ്ധ അവസാനെ 2 പരാർദ്ധത്തിൻ്റെ അവസാനത്തിൽ, 2 പരാർദ്ധം എന്ന് വെച്ചാൽ, ഒരു പരാർദ്ധം എന്ന് വെച്ചാൽ പകുതി കാലം എന്ന് വെച്ചാൽ 50 കൽപ്പം. അപ്പം 2 പരാർദ്ധം എന്ന് വെച്ചാൽ 250 കൽപ്പങ്ങൾ എന്ന്, അതായത് ഒരു 50 കൽപ്പം ഒരു 50 കൽപ്പം എന്ന് വെച്ചാൽ 100 കൽപ്പം എന്ന് വെച്ചാൽ ബ്രഹ്മാവിൻ്റെ ആയുസ് 100 വയസ്സ്. ഇതിൻ്റെ അവസാനത്തിൽ യഹ പ്രളയ, ആ മഹാപ്രളയം സംഭവിച്ച് ബ്രഹ്മണഹ, ആ ബ്രഹ്മദേവൻ്റെ തേ അവർ എന്ന് വെച്ചാൽ ഇവർ, ഈ ഒരു ഭഗവത് ധർമ്മം അറിഞ്ഞ് ജീവിച്ചു സൂര്യലോകത്തെത്തി അവരുടെ സൂക്ഷ്മ ശരീരം ആ ബ്രഹ്മദേവൻ്റെ ശരീരത്തിലേക്ക് ബ്രഹ്മദേവൻ്റെ ലോകത്തെത്തി അവർ താവത് അധ്യാസതേ
അതായത് ബ്രഹ്മദേവൻ്റെ താവത് എന്ന് വെച്ചാൽ ആയുസ്സിൻ്റെ അത്രയും കാലം, ആ ദ്വിപരാർദ്ധ കാലമാകുന്ന ബ്രഹ്മദേവൻ്റെ ആയുസ്സിൻ്റെ, ആ 100 കൽപ്പമാകുന്ന ബ്രഹ്മദേവൻ്റെ ആയുസ്സിൻ്റെ അത്രയും കാലം അധ്യാസതയെ ആ ബ്രഹ്മലോകത്ത് വസിച്ചിട്ട്, അധ്യാസതയിൽ എന്ന് വെച്ചാൽ ആ ബ്രഹ്മലോകത്ത് വസിച്ചിട്ട് ലോകം പരസ്യ എന്ന് വെച്ചാൽ പരമമായ ആ ലോകത്ത് വസിച്ച് പരചിന്തക സാത്വികരായ ആ ഭക്തന്മാർന്ന്, അതായത് ഭഗവത് ധർമ്മം അറിഞ്ഞ് ജീവിക്കുന്ന ഈ ഭക്തന്മാർ സൂര്യലോകത്ത് നിന്നും പിന്നെ പോകുന്നത് എവിടേക്കാ? നേരെ ബ്രഹ്മലോകത്തേക്കാണ്. എന്നിട്ട് അവിടെ ബ്രഹ്മാവിൻ്റെ ആയുസ് തീരുന്ന 100 കൽപ്പം വരെ അവിടെ ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ ബ്രഹ്മാവായിക്കൊണ്ട് ആ സത്യലോകത്ത് ബ്രഹ്മലോകത്ത് ജീവിച്ച് അങ്ങനെ ജീവിച്ച് അവിടെ വസിക്കുന്നു എന്നാണ് പറഞ്ഞത് കേട്ടോ. അവിടെ വരെ അത്രേ പറഞ്ഞിട്ടുള്ളൂ, അവർ വസിക്കുന്നു എന്ന്. അപ്പോൾ സൂര്യലോകത്ത് നിന്ന് നേരെ പോകുന്നു ബ്രഹ്മലോകത്തേക്ക്. ബ്രഹ്മലോകത്തിൻ്റെ ആയുസ് എത്രയാണ്? ബ്രഹ്മാവിൻ്റെ ആയുസ് തീരുമ്പോഴേ ബ്രഹ്മലോകം ഇല്ലാണ്ടാവുള്ളൂ. അത് 100 കൽപ്പാണ്. ആ നൈമിത്തിക പ്രളയത്തിൽ ഇല്ലാണ്ടാകുന്നത് 1 കൽപ്പാണ്. നൈമിത്തിക പ്രളയത്തിൽ ഇല്ലാണ്ടാകുന്നത് 1 കൽപ്പം എന്ന് വെച്ചാൽ 1000 ചതുർയുഗം. അവിടെ സ്വർലോകം തൊട്ടിട്ടുള്ളതാണ് ലയിക്കുന്നത്, അത് പിന്നെ വീണ്ടും ഉണ്ടാവുന്നു. അപ്പോൾ ആദ്യത്തെ ഊർധ്വലോകമത്തെ ലോകങ്ങൾ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അവിടെയാണ് മഹർഷീശ്വരന്മാരും ബ്രഹ്മാവും ഒക്കെ ഇരിക്കുന്നത്. ആ ലോകത്തിലേക്കാണ് ഈ ഭഗവത് ധർമ്മം അറിഞ്ഞ് ജീവിച്ചവർ എത്തിച്ചേരുന്നതെന്ന്. ബ്രഹ്മലോകം പോലെയുള്ള ബ്രഹ്മാവിൻ്റെ ആ ലോകത്തെത്തി ബ്രഹ്മാവിൻ്റെ ആയുസ്സാകുന്ന ദ്വിപരാർദ്ധ കാലം എന്ന് വെച്ചാൽ 1000 വയസ്സ് അല്ല 100 വയസ്സ് 100 കൽപ്പം അവിടെ ബ്രഹ്മാവിൻ്റെ ഉള്ളിലേക്ക് ലയിച്ചിട്ട് അവരങ്ങനെ ബ്രഹ്മാവായിക്കൊണ്ട് ജീവിച്ച് അങ്ങനെ വസിക്കുന്നു എന്നാണ് പറയുന്നത് ഈ ഭക്തന്മാർ. ഇനി അതും ശാശ്വതമാണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം ബ്രഹ്മാവിൻ്റെ ആയുസ്സിന് ഒരു കണക്കുണ്ട് അല്ലേ? ബ്രഹ്മാവും ബ്രഹ്മലോകം വരെ ഉണ്ടാകുന്നുമുണ്ട് ഇല്ലാതാകുന്നുമുണ്ട്. എന്ന് വെച്ചാൽ ബ്രഹ്മാവിൻ്റെ ആയുസ് 100 വയസ്സാണ്. അപ്പോൾ ബ്രഹ്മാവും ഇല്ലാണ്ടാവും, വീണ്ടും ബ്രഹ്മാവ് പുനർജനിക്കുകയും ചെയ്യും. അപ്പോൾ ബ്രഹ്മാവ് ഇല്ലാണ്ടാകുന്ന ആ 100 വയസ്സ് വരെയുള്ള കാലം ബ്രഹ്മലോകവും ഉണ്ട്. അത് കഴിഞ്ഞാൽ മഹാപ്രളയത്തിൽ ബ്രഹ്മലോകവും ഇല്ലാതാകുന്നുണ്ട്. അപ്പോൾ അതും ശാശ്വതമല്ല എന്ന് വെച്ചാൽ ഒന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ബ്രഹ്മാവ് ഉൾപ്പെടെ നമ്മൾ സൃഷ്ടിയെക്കുറിച്ച് പഠിച്ചപ്പോൾ ആദ്യം പ്രകൃതിയാൽ ഉണ്ടാകുന്ന സൃഷ്ടി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പഠിച്ചത് എന്താ? അതായത് ഏറ്റവും ആദ്യത്തെ മൂലതത്വം കഴിഞ്ഞിട്ട് പിന്നീട് അതിൽ വ്യതിചലനം ഉണ്ടായത് മായ ഉണർന്ന സത്വരജ തമോ ഗുണങ്ങൾക്ക് വ്യതിചലനം ഉണ്ടായപ്പോഴാണ് മഹത്തത്വം അഹങ്കാരം, പിന്നെ അഹങ്കാരം 3ആയി പിരിഞ്ഞ് പഞ്ചഭൂതങ്ങൾ ഇതൊക്കെ ഉണ്ടായത് നമ്മൾ പഠിച്ചുവല്ലോ. ഇതൊക്കെ എന്നിട്ട് ഓരോന്നായി വേറിട്ട് നിന്നു, ശക്തി ചേർന്നു, ഇവ ഒരുമിച്ച് കൂടി ഒരു അണ്ടമായി, പിന്നെ അതിൽ നിന്നും വിരാട് സ്വരൂപനുണ്ടായി, അതിൽ നിന്നും ബ്രഹ്മാവ് വന്നു. അതൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ മായയിൽ നിന്നും ഉണ്ടായത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു എന്ന് നമുക്കറിയാലോ. അതൊക്കെ മറിയും. മായയിൽ നിന്ന് വരുന്ന സത്വരജ തമോ ഗുണങ്ങളുടെ വ്യതിചലനത്താൽ ഉണ്ടാകുന്നത് ശാശ്വതമാണോ? അല്ല, അത് ശാശ്വതമല്ല. അതുകൊണ്ട് ബ്രഹ്മലോകം വരെ ബ്രഹ്മാവ് ഏത് ഗുണത്തിൽ കൂടി നിൽക്കുന്ന അവസ്ഥയിലാണ് ഉണ്ടായത്? രജോ ഗുണം അല്ലേ? മഹാവിഷ്ണു സത്വഗുണം, മഹാദേവൻ തമോ ഗുണം. അപ്പോൾ അവിടെയും ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ പോലും മായയുടെ വ്യതിചലനത്തിൽ നിന്നും ഉണ്ടായതാണ്. അപ്പോൾ അത് ശാശ്വതമാണോ? മായയിൽ നിന്നും ഉണ്ടായ സത്വരജ തമോ ഗുണങ്ങളുടെ വ്യതിചലനത്തിൽ നിന്നും ഉണ്ടായതൊന്നും ശാശ്വതമല്ല. അവയെല്ലാം ഉണ്ടായി മറയുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഭഗവത് ധർമ്മം അറിഞ്ഞ് ജീവിച്ച ഗൃഹസ്ഥാശ്രമികൾ സൂര്യലോകത്തും അവിടെ നിന്നും ബ്രഹ്മലോകത്തും പോയി ബ്രഹ്മാവിൻ്റെ ആയുസ് തീരുന്ന ആ 100 കൽപ്പം ബ്രഹ്മലോകത്ത് സുഖമായി വസിക്കുന്നു. എന്നിട്ട് പറയാണ് 9ഉം 10ഉം ശ്ലോകം ഒരുമിച്ചേട്ടാ. ക്ഷ്മാം അംബ അനല അനില വിയത് മന ഇന്ദ്രിയ അർത്ഥഭൂതാദിഭിഹി പരിവൃതം പ്രതിസഞ്ചിഹീർഷു അവ്യാകൃതം വിശതി യർഹി ഗുണത്രയാത്മാ കാലം പരാക്യം അനുഭൂയഃ പര സ്വയംഭൂ. ക്ഷ്മാം അംബ അനല അനില വിയത് മന ഇന്ദ്രിയ അർത്ഥഭൂതാദിഭിഹി പരിവൃതം പ്രതിസഞ്ചിഹീർഷു അവ്യാകൃതം വിശതി യർഹി ഗുണത്രയാത്മാ കാലം പരാക്യം അനുഭൂയ പര സ്വയംഭൂ. അതായത് ക്ഷ്മാം എന്ന് പറഞ്ഞാൽ ഞാൻ ബ്രഹ്മാവിൻ്റെ കാര്യമാണ് കേട്ടോ. ഇവർ ബ്രഹ്മലോകത്ത് എത്തിപ്പെട്ട് ബ്രഹ്മാവ് ജീവിക്കുന്ന കാലം ബ്രഹ്മലോകം വസിക്കുന്നു എന്ന് പറഞ്ഞില്ലേ. ഇനി ഈ ബ്രഹ്മാവിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ക്ഷ്മാം
അതായത് ഇതിപ്പോൾ 9ാമത്തെ ശ്ലോകമാണ്. ഇനി 10 കൂടി ആവുമ്പോഴാണ് അത് പൂർണ്ണമാവുക. അപ്പോൾ ഇതിൻ്റെ അർത്ഥം പറഞ്ഞിട്ട് അവിടെ പറയാം. ക്ഷ്മാം എന്ന് വെച്ചാൽ എന്താ? ഭൂമി, അംബ ജലം, അനല അഗ്നി, അനില വായു, വിയത്ത് ആകാശം, മനസ്സ് മനഃ മനസ്സ്, ഇന്ദ്രിയ ഇന്ദ്രിയങ്ങൾ. അർത്ഥം എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങൾ, രൂപം രസം ഗന്ധം എന്നിങ്ങനെയുള്ള വിഷയങ്ങൾ. ഭൂതം എന്ന് വെച്ചാൽ അഹങ്കാരം, ആദിബി മുതലായവയാൽ പരിവൃതം ആവരണം ചെയ്യപ്പെട്ടിട്ടുള്ള ഈ ലോകം ഉണ്ടല്ലോ, ഈ പ്രപഞ്ചം. അപ്പം എന്താക്കിയാ പറഞ്ഞത്? ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, അതായത് പഞ്ചഭൂതങ്ങൾ, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, അതിൻ്റെ വിഷയങ്ങൾ, അഹങ്കാര തത്വം, ഇവയാൽ ആവരണം ചെയ്യപ്പെട്ടിട്ടുള്ള ഈ ഒരു പ്രപഞ്ചത്തെ പ്രതിസഞ്ചിഹീർഷു, അതിനെ സംഹരിക്കാൻ ആഗ്രഹിച്ച്, അതിൽ നിന്നും പുറത്തു കടക്കാൻ ആഗ്രഹിച്ച്, അവ്യാകൃതം വിശദി, അതായത് ഈ പ്രപഞ്ചത്തിൽ നിന്നും ഈ ഇത്തരം ആവരണങ്ങളാൽ ചുറ്റപ്പെട്ടിട്ടുള്ള ഈ പ്രപഞ്ചത്തിൽ നിന്നും എനിക്ക് പുറത്തു കടക്കണം, ഇതിൽ നിന്നും ഇതും മായയാണ് എന്നറിഞ്ഞ് ഇതിൽ നിന്ന് പുറത്തു കടക്കണം എന്ന് ആഗ്രഹിച്ച് അവ്യാകൃതം വിശദി, ഒരു മാറ്റവുമില്ലാത്ത ആ സാക്ഷാൽ പരമാത്മാവിനെ വിശദി എന്ന് വെച്ചാൽ പ്രാപിക്കുന്നത് യർഹി എപ്പോഴാണോ അപ്പോൾ ഗുണത്രയാത്മാ, ഗുണങ്ങൾക്ക് പ്രകൃതിയുടെ സത്വരജ തമോ ഗുണങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുള്ള, അതായത് ഗുണങ്ങൾ അടങ്ങിയ പരഹ, ആ മായയിൽ ആ ഗുണങ്ങളിൽ നിന്നും ഉണ്ടായ ഏറ്റവും പരമമായ സൃഷ്ടികർത്താവായ സ്വയംഭൂവായിട്ടുള്ള ബ്രഹ്മദേവൻ കാലം പരാക്യം അനുഭൂയ, തൻ്റെ ജീവിതകാലമാകുന്ന ആ 2 പരാർത്ഥമാകുന്ന 100 വയസ്സാകുന്ന ആ കാലം ഈ ലോകത്തെയൊക്കെ അനുഭവിക്കുന്നു എന്ന്. മനസ്സിലായ? അപ്പോൾ ഈ ബ്രഹ്മാവിന് ആ ഒരു ഇതിൽ നിന്നും പുറത്തേക്ക് കടക്കണം എന്ന ആഗ്രഹം തോന്നി അത് കടക്കുന്നത് വരെ ഈ ഒരു മായയിൽ നിന്നുമുണ്ടായ പഞ്ചഭൂതങ്ങളാലും മനസ്സ്, ഇന്ദ്രിയം, ഇന്ദ്രിയ വിഷയങ്ങൾ, അഹങ്കാര തത്വത്തിൽ നിന്നും പിരിഞ്ഞാണല്ലോ ഇതൊക്കെ ഉണ്ടായത്. ഇവയാൽ ആവരണം ചെയ്യപ്പെട്ടിട്ടുണ്ടായ ഈ പ്രപഞ്ചം ഉണ്ടല്ലോ, ഈ പ്രപഞ്ചത്തിൽ അപ്പോൾ ഇതെല്ലാം മായയിൽ നിന്നുണ്ടായതാണ്. അപ്പോൾ ഇതിൽ നിന്നും പുറത്ത് കടക്കണം, ഇതിനെയും സംഹരിച്ച് ഇതിൽ നിന്നും പുറത്ത് കടന്ന് എനിക്ക് ഒരു മാറ്റവുമില്ലാത്ത, മായയുടെ കലർപ്പില്ലാത്ത ആ ശാശ്വത ലോകത്തെ പ്രാപിക്കണത് ബ്രഹ്മദേവൻ എപ്പോഴാണോ, അതായത് എപ്പോഴാണ്? ആ 100 വയസ്സ് കാലം പൂർത്തിയാകുമ്പോൾ. അപ്പോൾ അതുവരെ, ആ ജീവിതകാലം പൂർത്തിയാകുന്നത് വരെയുള്ള ആ കാലഘട്ടം ബ്രഹ്മാവ് ബ്രഹ്മലോകത്തിലെ എല്ലാ സുഖങ്ങളെയും അനുഭവിച്ച് അവിടെ സുഖമായി ഇരുന്നു കൊണ്ട് തൻ്റെ സൃഷ്ടികർമ്മത്തെ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്ന്. അങ്ങനെയുള്ള ആ ലോകത്ത് ഇനി ഇതിൻ്റെ ബാക്കി 10 ഏവം പരേത്യ ഭഗവന്തം അനുപ്രവിഷ്ട യേ യോഗിന ജിതമരു മനസഹ വിരാഗ. ഏവം ഇപ്രകാരം യേ യോഗിനഹ, നേരത്തെ പറഞ്ഞ യോഗികൾ, മരു മനസഹ, ജിത എന്ന് വെച്ചാൽ ജയിച്ചു എന്ന്, മരുത് മനസഹ അതായത് ശ്വാസത്തെയും മനസ്സിനെയും ഒക്കെ നിയന്ത്രിച്ച്, വിരാഗ അതായത് വിരക്തരായിട്ട്, ഈ ഭൗതികമായ ആസക്തികളിൽ നിന്നൊക്കെ വിരക്തരായിട്ട്, തേന ഏവ സാഗം ആ ബ്രഹ്മാവിനോടൊപ്പം, ആ ബ്രഹ്മലോകത്ത് എത്തിച്ചേർന്ന് അവർ തേന ഏവ സാവെന്ന് വെച്ചാൽ ആ ബ്രഹ്മാവിനോടൊപ്പം ജീവിച്ച്, പരേത്യ ദീർഘദൂരം പോയതിന് ശേഷം, ഭഗവന്തം അനുപ്രവിഷ്ട്യ ആ ബ്രഹ്മാവിലേക്ക് ലയിച്ചു ചേർന്നിട്ട്, അമൃതം പരമാനന്ദമാകുന്ന അമൃതം, പുരുഷം പുരാണ പുരുഷനായിട്ടുള്ള ആ പരമാത്മാവിലേക്ക്, ബ്രഹ്മപ്രധാനം ഏറ്റവും പ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ പരമോന്നതനായിട്ടുള്ള ആ ബ്രഹ്മമാകുന്ന ആ ഭഗവാനെ ഉപയാന്തി പ്രാപിക്കുന്നു. അഗത അഭിമാന, ഈ ശ്ലോകത്തിൻ്റെ ബാക്കി പറഞ്ഞില്ല. തേന ഏവ സാഗം അമൃതം പുരുഷം പുരാണം ബ്രഹ്മപ്രധാനം ഉപയാന്തി അഗത അഭിമാനഃ. അഗത എന്ന് വെച്ചാൽ അർത്ഥം പറയുന്നത് പോയിട്ടില്ല എന്ന്. അഭിമാനം എന്ന് വെച്ചാൽ ഞാനെന്ന വ്യക്തിബോധം പൂർണ്ണമായും പോയിട്ടില്ലാത്തതിനാൽ ഇവർ പതുക്കെയാണ് ആ ഒരു ക്രമേണ പതുക്കെയാണ് ആ ഒരു മുക്തിയെ പ്രാപിക്കുന്നത് എന്ന്. ഇതിവിടെ പറഞ്ഞതിൻ്റെ ഒന്നും കൂടി പറയാം. 9, 10 ശ്ലോകത്തിൽ പറയുന്നത് ആ ഒരു ഭഗവത് ധർമ്മം അറിഞ്ഞ് ജീവിച്ച ഗൃഹസ്ഥാശ്രമികൾ മരണശേഷം സൂക്ഷ്മ ശരീരം സൂര്യലോകത്തേക്ക് പോകും, അവിടെ നിന്ന് ബ്രഹ്മലോകത്തേക്ക് പോകും. ഈ ബ്രഹ്മലോകത്തിൻ്റെ ആയുസ് ഈ നൈമിത്തിക പ്രളയത്തിൽ 1000 കൽപ്പം കഴിയുമ്പോൾ പോവില്ല, അത് അവിടെ തന്നെയുണ്ട്. അത് ബ്രഹ്മാവിൻ്റെ ആയുസ് തീരുമ്പോഴേ പോവുള്ളൂ. അത് 100 കൽപ്പമാണ്. ആ 100 കൽപ്പങ്ങൾ ബ്രഹ്മാവിൻ്റെ ആയുസ് തീരുന്നത് വരെ ഇവരുടെ സൂക്ഷ്മ ശരീരം അവിടെ ചെന്ന് അവിടുത്തെ സുഖങ്ങൾ അനുഭവിച്ച് ജീവിച്ചിട്ട് അവിടെ
അവിടെ ബ്രഹ്മാവിൻ്റെ ആയുസ് എപ്പോഴാണ് തീരുക എന്നാണ് എന്നിട്ട് 9ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. ഇങ്ങനെ അഹങ്കാരം അത് 3ആയി പിരിഞ്ഞ് പഞ്ചഭൂതങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ, വിഷയങ്ങൾ, മനസ്സ്, ബുദ്ധി ഇവയാൽ ആവരണം ചെയ്യപ്പെട്ട ഈ പ്രപഞ്ചത്തിൽ നിന്നും മായയിൽ നിന്നും എനിക്ക് പുറത്ത് കിടക്കണമെന്ന് ബ്രഹ്മാവിന് ആഗ്രഹം തോന്നി. അതുവരെ ബ്രഹ്മാവ് ഈ 100 കൽപ്പമാകുന്ന തൻ്റെ ജീവിത കാലയളവ് പൂർത്തിയാകുന്നവരെ ബ്രഹ്മലോകത്ത് സുഖമായി ജീവിച്ച് അങ്ങനെ ജീവിക്കുന്ന ബ്രഹ്മാവിലേക്കാണ് ഈ യോഗിമാര് മനസ്സും ഇന്ദ്രിയങ്ങളൊക്കെ നിയന്ത്രിച്ച് വിരക്തരായിട്ടുള്ള ഈ ഗൃഹസ്ഥാശ്രമികളുടെ സൂക്ഷ്മ ശരീരം അങ്ങനെ ആ ബ്രഹ്മലോകത്തേക്കാണ് എത്തുന്നത്. അത് പരേത്യ എന്ന് വെച്ചാൽ ദീർഘദൂരം, സൂര്യലോകത്തു നിന്നും ദീർഘദൂരം സഞ്ചരിച്ച് അവരങ്ങനെ ബ്രഹ്മലോകത്തെത്തി ഭഗവന്തം അനുപ്രവിഷ്ട്യ, ആ ഭഗവാനായിട്ടുള്ള ബ്രഹ്മാവിലെ ഉള്ളിലേക്ക് ഈ സൂക്ഷ്മ ശരീരം പ്രവേശിക്കുന്ന ഈ ഗൃഹസ്ഥാശ്രമികളുടെ സൂക്ഷ്മ ശരീരം ബ്രഹ്മാവിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കും. എന്നിട്ട് ബ്രഹ്മാവിനോടൊപ്പം അവിടെ അങ്ങനെ ജീവിച്ച് ബ്രഹ്മാവിൻ്റെ ആയുസ് തീരുന്ന സമയത്ത് ആ പരമപുരുഷനിലേക്ക് ലയിച്ചു ചേരുന്നു. എന്നിട്ട് ഇവിടെ പറയാണ് അഗത അഭിമാന. എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും പണിയെടുക്കേണ്ടി വരുന്നത്? ഈ ലോകത്തും ഈ ഭൂമിയിൽ നിന്നും സൂര്യലോകത്തും അവിടുന്ന് ദീർഘദൂരം സഞ്ചരിച്ച് ബ്രഹ്മലോകത്തും എന്നിട്ട് 100 കൽപ്പം ബ്രഹ്മാവിൻ്റെ ആയുസ് തീരുന്നത് വരെ ബ്രഹ്മാവിൽ തന്നെയും ഇങ്ങനെ ജീവിച്ച് എന്നിട്ടാണ് ഇവർക്ക് മുക്തി ലഭിക്കുന്നത്. അത് ക്രമമുക്തി എന്നാ പറയാ, പെട്ടെന്നുള്ള മുക്തിയല്ല. അപ്പോൾ ഈ മായയിൽ നിന്നുണ്ടായി ഈ പ്രപഞ്ചം വരെ ഇല്ലാണ്ടായി ബ്രഹ്മാവ് വരെ സംഹരിക്കപ്പെട്ടിട്ടാണ് ഇവർക്ക് മുക്തി ലഭിക്കുന്നത്. അതങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് പൂർണ്ണമായിട്ട് ആ ഒരു മിഥ്യാ അഭിമാനം എന്ന് വെച്ചാൽ മിഥ്യാഹങ്കാരം, ഞാൻ എന്ന ബോധം അവർക്ക് പൂർണ്ണമായും നിശേഷം പോയിട്ടില്ലാത്തത് കൊണ്ടാണ് ഈ ക്രമമുക്തി സംഭവിക്കുന്നത്. കാരണം ഇവര് ഇവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ടിട്ട് ഊർധ്വലോകങ്ങളിൽ ബ്രഹ്മാവിനോടൊപ്പം വൈകുണ്ഠത്തിലും അതുപോലെ മഹർഷി ഈശ്വരന്മാർ, യോഗീശ്വരന്മാർ വസിക്കുന്ന ലോകത്തിലൊക്കെ വസിക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഇവർ പോകുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, അങ്ങനെ ഒരു ആഗ്രഹത്തോടു കൂടി പോകുന്ന ഈ യോഗികൾ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ഗൃഹസ്ഥാശ്രമ ജീവിതം തന്നെ ഭഗവത് ധർമ്മം അറിഞ്ഞ് ജീവിച്ചവരാണ്. അതുകൊണ്ട് യോഗികൾ എന്ന് വിളിക്കുന്നു. അങ്ങനെ യോഗികളായിട്ടുള്ള അവരുടെ ഉള്ളിലും ഊർധ്വലോക കുതുകി എന്നാണ് പറയുക, ഊർധ്വലോകങ്ങളിൽ വസിക്കണമെന്നുള്ള ഒരു ആഗ്രഹവും ഉണ്ട്. അപ്പോൾ അവിടെ പോലും എനിക്കിതൊക്കെ അനുഭവിക്കണം എന്നൊരു മിഥ്യാഹങ്കാരം, ഞാൻ എന്നൊരു വ്യക്തിബോധം ഒരല്പം ബാക്കി കിടക്കുന്നത് കൊണ്ടാണ് പെട്ടെന്നുള്ളൊരു മുക്തി ഇവർക്ക് സംഭവിക്കാതെ ബ്രഹ്മാവിൻ്റെ ആയുസ് തീരുന്നവരെ ആ 100 കൽപ്പം വരെ ബ്രഹ്മലോകത്തും വസിച്ചിട്ട്, എന്ന് വെച്ചാൽ മായയിൽ പെടുന്ന ബ്രഹ്മലോകത്തും വസിച്ചിട്ടാണ് പിന്നെ ഇവർക്ക് മുക്തിയിലേക്ക് പോകുന്നത്. പെട്ടെന്നുള്ള മുക്തി വരാത്തതിൻ്റെ കാരണം അവരുടെ ഉള്ളിൽ പോലും ദ്വൈതഭാവം ഉണ്ടെന്ന്. എന്താ പറയുക, എത്ര സൂക്ഷ്മമായിട്ടുള്ള ദ്വൈതമായിരിക്കും അത് ആലോചിക്കും. നമ്മളുടെയൊക്കെ ഉള്ളിലെ ദ്വൈതഭാവത്തിനേക്കാളും അവരുടെ ഉള്ളിലെ ദ്വൈതം എത്ര സൂക്ഷ്മമായിരിക്കും. ആ സൂക്ഷ്മമായ തലത്തിൽ പോലും ദ്വൈതം, എനിക്ക് അനുഭവിക്കണം, ആ ബ്രഹ്മലോകം കാണണം എന്നൊക്കെയുള്ള അവരുടെ ആ മനസ്സിൻ്റെ ദ്വൈതഭാവത്തിൽ നിന്നും ഞാൻ വേറെ ഇത് ഈശ്വരൻ വേറെ എന്ന ദ്വൈതത്തിൽ നിന്നുമാണ് അവർക്ക് ഈ ബ്രഹ്മലോകത്ത് പോലും ഇത്രയും കാലം ജീവിക്കേണ്ടതായിട്ട് വരുന്നത്. അതിൻ്റെ കാരണം അവിടെയും ഒരല്പമെങ്കിലും മിഥ്യാഹങ്കാരം, എനിക്ക് അനുഭവിക്കണം, എനിക്ക് വേണം എന്ന അഹങ്കാരം കിടക്കുന്നത് കൊണ്ടാണ് ഈ ക്രമമുക്തി പതുക്കെ ആയിട്ടുള്ള മുക്തിയിലേക്ക് പോകാനായിട്ട് പോകുന്നതിൻ്റെ കാരണവും അത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ 11ാമത്തെ ശ്ലോകത്തിൽ ഇത് കപില മഹർഷി അമ്മോട് പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് അമ്മേ, ക്രമമുക്തിയല്ല, നേരിട്ടുള്ള മുക്തിയാണ് അമ്മ ആഗ്രഹിക്കേണ്ടത്. അമ്മ അതിനു വേണ്ടിയാണ് ശ്രമിക്കേണ്ടത്. അതിന് ഒരു മാർഗ്ഗമേ ഉള്ളൂ. അമ്മ ഭൂമിയിൽ ഈ സ്ഥൂല ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഈ മനസ്സിനെ, ശരീരത്തെ, ബുദ്ധിയെ ചലിപ്പിക്കുന്ന ആ പ്രകൃതി എന്ന ശക്തിയിൽ ശരണാഗതി അടഞ്ഞുകൊണ്ട് സ്മരണയോടെ ജീവിക്കുക. അങ്ങനെ നിശേഷം ഞാൻ പോകുമ്പോൾ അവിടെ ആ ശക്തിയാണ് ചലിപ്പിക്കുന്നത് എന്ന ഭാവത്തിൽ ലയിക്കുമ്പോൾ അപ്പോൾ മാത്രമേ പെട്ടെന്നുള്ളൊരു മുക്തി, ഈ ഊർധ്വലോകങ്ങളിൽ പോലും 14 ലോകമാകുന്ന ഈ പ്രപഞ്ചത്തിൽ പോലും വസിക്കാതെ ഉള്ള പെട്ടെന്നുള്ള മുക്തി സാധ്യമാവുള്ളൂ. അതാണ് 11ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അധതം സർവഭൂതാനാം ഹൃത് പത്മേഷു ഹൃദാലയം അനുഭാവം ശരണം വ്രജ ഭാവേന ഭാമിനി, അല്ലയോ എൻ്റെ പ്രിയപ്പെട്ട അമ്മേ, ആയതിനാൽ ആ ഭഗവാനെ സർവഭൂതാനാം സർവചരാചരങ്ങളുടെയും ഹൃത്പത്മേഷു ഹൃദയപത്മത്തിൽ വസിക്കുന്ന, ഹൃദാലയം വസിക്കുന്ന ആ ഭഗവാനെ ശ്രുത അനുഭവം
ശ്രുത കീർത്തിക്കപ്പെടേണ്ട മഹാത്മ്യങ്ങളോടുകൂടി ആ ഭഗവാനിൽ ശരണം വ്രജ, ശരണം പ്രാപിക്കുക, ആ ദൈവത്തിൽ, ആ ശക്തിയിൽ ശരണം പ്രാപിക്കുക. ഭാവേന, നിഷ്കളങ്കമായ ഭക്തിയോടെ ശരണം പ്രാപിക്കുക. അങ്ങനെ പൂർണ്ണമായ ഞാൻ എന്ന ബോധം ഇല്ലാതായി കഴിയുമ്പോൾ ക്രമമുക്തിയുമല്ല, പെട്ടെന്നുള്ള മുക്തി, ഈ ബ്രഹ്മലോകം പോലുള്ള ലോകങ്ങൾ പോലും ഇല്ലാതെ ഉള്ള പരമാത്മാവിലേക്കുള്ള ലയനം അപ്പോഴാണ് സംഭവിക്കുന്നത്. ഇനി 12 മുതൽ 15 വരെയുള്ള ശ്ലോകങ്ങൾ ഒരുമിച്ച്, അത് പെട്ടെന്ന് കഴിയും, അതൊരുമിച്ച്. ആദ്യഃ സ്ഥിരചരാണാം യഃ വേദഗർഭഃ സഹ ഋഷിഭിഃ യോഗേശ്വരൈഃ കുമാരാദ്യൈ സിദ്ധ്യൈഃ യോഗപ്രവർത്തകൈ. 12ാമത്തെ ശ്ലോകം. 13 ഭേദദൃഷ്ട്യാ അഭിമാനേന നിസംഗേന അഭികർമ്മണ കർത്തൃത്വാദ സഗുണം ബ്രഹ്മ പുരുഷം പുരുഷർഷഭം. 14 സ സംസൃത്യ പുനഃ കാലേന ഈശ്വരമൂർത്തിന ജാതേ ഗുണവ്യതികരേ യഥാപൂർവം പ്രജായതേ. 15 ഐശ്വര്യം പാരമേഷ്ട്യം ച തേ അഭിധർമ്മവിനിർമ്മിതം നിക്ഷേവ്യ പുന ആയാന്തി ഗുണവ്യതികരേ സതി. എന്നിട്ട് പറയാൻ കേട്ടാ. അപ്പോൾ അമ്മയോട് പറഞ്ഞു കപില മഹർഷി, അതുകൊണ്ട് ക്രമമുക്തിയല്ല, പെട്ടെന്നുള്ള മുക്തിയാണ് അമ്മ ആഗ്രഹിക്കേണ്ടത്. അതിനൊരു വഴിയേ ഉള്ളൂ, ആ ഭഗവാനിൽ, ഹൃദയപത്മത്തിൽ വസിക്കുന്ന ആ ഭഗവാനിൽ പൂർണ്ണ ശരണാഗതി അടഞ്ഞ് നിഷ്കളങ്കമായ ഭക്തിയോടെ ജീവിക്കുക. എന്നിട്ട് പറയാണ്, അമ്മേ, ബ്രഹ്മദേവൻ പോലും ഞാൻ എന്ന ഒരു സൂക്ഷ്മമായ രീതിയിൽ ഞാൻ എന്ന ബോധത്തിൽ നിന്നുകൊണ്ടാണ് കർമ്മം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ബ്രഹ്മാവിന് പോലും ജനന മരണ ചക്രത്തിൽ പെട്ടുപോകേണ്ടി വന്നത് എന്ന്. എന്നാലോചിച്ച് നോക്കൂ, മായയുടെ കണങ്ങളിൽ, സത്വരജ തമോ ഗുണങ്ങളിൽ പെട്ടുപോയിട്ടാണ് ബ്രഹ്മാവിന് രജോ ഗുണം കൂടി നിൽക്കുന്ന രീതിയിൽ ആ ബ്രഹ്മാവ് എന്ന സൃഷ്ടി ഉണ്ടാകുന്നത്. അവിടെ നിന്നുകൊണ്ടാണ് ബ്രഹ്മാവ്, അപ്പോൾ ബ്രഹ്മാവ് ജനിക്കുന്നുമുണ്ട്, 100 കൽപ്പമാകുന്ന ആയുസ് പൂർത്തിയാകുന്നവരെ ജീവിക്കുന്നുമുണ്ട്, അതിനുശേഷം ഇല്ലാതാകുന്നുമുണ്ട്. അപ്പം ബ്രഹ്മാവിന് പോലും ജനനവും മരണവും അവിടെ സംഭവിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ അതിനർത്ഥം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പോലും സൃഷ്ടി ഞാനാണ് ചെയ്യുന്നത് എന്ന അഹം, ആ ഒരു ഞാൻ എന്ന ബോധം നിശേഷം പോയി എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ സൃഷ്ടികർത്താവ് ഞാനാണ് എന്ന ഒരു ബോധം ചെറിയ തോതിൽ ബ്രഹ്മാവിൻ്റെ ഉള്ളിൽ പോലും നിൽക്കുന്നത് കൊണ്ടാണ് ബ്രഹ്മാവിന് പോലും പൂർണ്ണമുക്തി സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല. ബ്രഹ്മാവ് പോലും വരുന്നു പോകുന്നു. നമ്മുടെ ആയുസ്സല്ല എന്ന് മാത്രം, 100 കൽപ്പാണെന്ന് മാത്രം. അവിടെയും സൃഷ്ടിക്കപ്പെടുന്നു ഇല്ലാതാകുന്നു എന്ന ജനന മരണ ചക്രത്തിൽ പെടാൻ കാരണം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പോലും ഉണ്ട് ഞാനാണ് സൃഷ്ടികർത്താവ് എന്ന് സൂക്ഷ്മമായ അളവിൽ ഒരു ഞാൻ എന്ന കർത്തൃത്വബോധം. അതുകൊണ്ടാണ് അതങ്ങനെ ബ്രഹ്മാവിന് പോലും വന്നും പോയുമുള്ള ഈ ചക്രത്തിൽ പെടാനുള്ള കാരണം. ഇനി അങ്ങനെ പെടാതിരിക്കാൻ ബ്രഹ്മാവിന് പറ്റുമോ? ഇല്ല. കാരണം ബ്രഹ്മാവ് രജോ ഗുണം കൂടി നിൽക്കുന്ന, സത്വരജ തമോ ഗുണങ്ങളിൽ രജോ ഗുണത്തിൻ്റെ തോത് കൂടി നിൽക്കുന്ന അവസ്ഥയിലാണ് ബ്രഹ്മദേവൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ബ്രഹ്മാവിൻ്റെ ഉള്ളിൽ രജോ ഗുണമാണ് കൂടുതൽ. അതുകൊണ്ട് രജോ ഗുണിക്കിൻ്റെ ഉള്ളിൽ ഒരല്പമെങ്കിലും ഞാൻ ആണ് കർമ്മം ചെയ്യുന്നത് എന്ന തോന്നലുണ്ടാവില്ലേ? രജോഗുണിയുടെ ഉള്ളിൽ സത്വഗുണത്തിൻ്റെ ചിന്തയല്ലല്ലോ ഉണ്ടാവുക. അവിടെ കർമ്മനിരതനായിട്ട് ഈ കർമ്മം ചെയ്യുന്നത് ഞാനാണ് എന്ന് ഒരു രജോഗുണിയുടെ ഉള്ളിൽ തോന്നലുണ്ടാവും. ഇനി എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് എന്ന് വെച്ചാൽ എന്നാലല്ലേ സൃഷ്ടി നടക്കുകയുള്ളൂ, പ്രപഞ്ചം ഉണ്ടാവുള്ളൂ. അപ്പോൾ പ്രകൃതിയുടെ വൈഭവം എത്രയെന്ന് ആലോചിച്ച് നോക്കൂ. ബ്രഹ്മാവിന് എന്തുകൊണ്ടാണ് പൂർണ്ണമുക്തി കിട്ടാത്തത്? ബ്രഹ്മാവിന് അങ്ങനെ പൂർണ്ണമുക്തി വന്നാൽ പിന്നെ പ്രപഞ്ചം ഉണ്ടാവില്ല. അപ്പോൾ സൃഷ്ടികർത്താവ് ഉണ്ടാവില്ല, അപ്പോൾ പ്രപഞ്ചം ഉണ്ടാവില്ല. അപ്പോൾ ബ്രഹ്മാവിനെ രജോ ഗുണം കൂടി നിൽക്കുന്ന അളവിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരു സത്വഗുണിയായി പോവാൻ ബ്രഹ്മാവിന് സാധ്യമല്ല. അപ്പോൾ ബ്രഹ്മാവ് പോലും ജനന മരണ ചക്രത്തിൽ വരും, സൃഷ്ടി ചെയ്യും, 100 കൽപ്പം ആയുസ് പോകുന്നു. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ തരമില്ല. കാരണം അങ്ങനെ ഉണ്ടായാലേ പ്രപഞ്ചം ഉണ്ടാവൂ, സൃഷ്ടി നടക്കുകയുള്ളൂ.
അപ്പോൾ ബ്രഹ്മാവിൻ്റെ ഉള്ളിൽ ആ ഒരു ചെറിയ തോതിൽ ഒരു കർത്തൃത്വബോധം ഉണ്ടാക്കി കൊടുത്തത് പ്രകൃതിയാണ്. ആ പ്രകൃതി എന്ന ശക്തിയാണ്. കാരണം എന്നാലേ ഇവിടെ സൃഷ്ടി നടക്കുകയുള്ളൂ, പ്രപഞ്ചം ഉണ്ടാവുള്ളൂ. 1000 ചതുർയുഗമാകുന്ന ഈ കാലങ്ങളും ഈ കാലയളവുകളും ഒക്കെ ഇങ്ങനെ നിലനിൽക്കണമെങ്കിൽ ബ്രഹ്മാവ് ഉണ്ടാവണമല്ലോ. അപ്പോൾ ബ്രഹ്മാവ് ഉണ്ടാവാതിരിക്കാൻ തരില്ല. അപ്പോൾ ആ പ്രകൃതി എന്ന ശക്തിയാണ് ബ്രഹ്മാവിൻ്റെ ഉള്ളിൽ രജോ ഗുണത്തെ കൂട്ടി അങ്ങനെ നിർത്തിയിരിക്കുന്നത്. എന്നിട്ട് ഈ കാലചക്രത്തിൻ്റെ പട്ടികയിൽ ബ്രഹ്മാവിനെ കൂടി പെടുത്തിക്കളഞ്ഞത്. ഇല്ലെങ്കിൽ പ്രപഞ്ചം ഉണ്ടാവുന്നില്ല എന്ന്. അപ്പോൾ പ്രകൃതിയുടെ ആ മായാ വൈഭവം ഒന്ന് ആലോചിച്ച് നോക്കൂ, അത്രത്തോളം ഉണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. അദ്യഹ സ്ഥിരചരാണാം, സ്ഥിരമായി നിൽക്കുന്നതും ചലിക്കുന്നതും, അതായത് സ്ഥാപനവും ജംഗമവുമായിട്ടുള്ള ഈ പ്രപഞ്ചത്തിലെ സകല സൃഷ്ടിയുടെയും ആദ്യ കാരണമായിട്ടുള്ള യഹ വേദഗർഭ, ആ വേദത്തെ ഗർഭം ധരിച്ച ആ ബ്രഹ്മാവ്, ആ ബ്രഹ്മദേവൻ. അപ്പോൾ ബ്രഹ്മാവിൽ നിന്നാണല്ലോ എല്ലാം സൃഷ്ടിക്കപ്പെടുന്നത്. അതാണ് സ്ഥാവരവും ജംഗമവുമായി ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചിട്ടുള്ള ആദി കാരണമായ മായയിൽ നിന്ന് തന്നെ മായയോട് കൂടിയിരിക്കുന്ന ആ ബ്രഹ്മദേവൻ, ആ വേദത്തെ ഗർഭം ധരിച്ചിരിക്കുന്ന ആ ബ്രഹ്മദേവൻ പോലും കൂടെ ഋഷിഭിഹി, തൻ്റെ പുത്രന്മാരായിട്ടുള്ള മരീചി മുതലായ ഋഷിമാരോടൊപ്പം യോഗീശ്വരന്മാരോടൊപ്പം കുമാരാദ്യൈ സനകാദി മഹർഷിമാരോടൊപ്പം സിദ്ധന്മാരോടൊപ്പം യോഗ പ്രവർത്തകൈ, ഈ അഷ്ടാംഗ യോഗത്തെ കണ്ടെത്തിയ അതിനെ സൃഷ്ടിച്ച യോഗികളോടും ഒപ്പം അവരോടൊപ്പം ഭേദചിന്തയുള്ളതിനാൽ അഭിമാനേന, അതായത് അഭിമാനേന എന്ന് വെച്ചാൽ ആ ഒരു ഞാൻ എന്ന വ്യക്തിബോധത്തിൽ നിന്നും, ഞാനാണ് ഇവിടെ സൃഷ്ടി ചെയ്യുന്ന കർമ്മം ചെയ്യുന്നത് എന്ന വ്യക്തിബോധത്തിൻ്റെ ഭേദചിന്ത, ആ 2 എന്ന ഭേദചിന്ത ഉള്ളതിനാലും ഒപ്പം നിസ്സംഗേന അഭികർമ്മണ, നിസ്സംഗേന ആസക്തിയൊന്നുമില്ലാതെ, എന്നാൽ കർമ്മത്തിനോട് ഞാൻ എന്ന അഹംഭാവമൊന്നുമില്ല, കർമ്മത്തിനോട് ആസക്തി മമത ഒന്നുമില്ലാതെ കർമ്മം ചെയ്ത് കർത്തൃത്വാത്, എന്നാൽ അതോടൊപ്പം ഞാനാണ് കർമ്മം ചെയ്യുന്ന എന്ന കർത്തൃത്വബോധമുള്ളതിനാൽ സഗുണം ബ്രഹ്മ പുരുഷർഷഭം. സഗുണം എന്ന് വെച്ചാൽ ആ ഒരു ആ ഒരു സഗുണമായിട്ടുള്ള ബ്രഹ്മത്തെ, ആ ബ്രഹ്മത്തെ പുരുഷർഷഭം, പുരാണ പുരുഷനായിട്ടുള്ള പുരുഷർഷഭം എന്ന് വെച്ചാൽ പുരുഷന്മാരിൽ ശ്രേഷ്ഠനായിട്ടുള്ള ആ ഭഗവാനെ സംസൃതി എന്ന് വെച്ചാൽ പ്രാപിച്ചിട്ട് പുനഃ വീണ്ടും കാലേ എന്ന് വെച്ചാൽ സൃഷ്ടി നടക്കുന്ന ആ കാലത്തിൽ കാലേന ഈശ്വരമൂർത്തിന, ഭഗവാൻ തന്നെ സ്വരൂപമായിട്ടുള്ള കാലത്തിൻ്റെ സ്വരൂപത്തിൽ കാലേന്ന് വെച്ചാൽ സൃഷ്ടിയുടെ കാലമാവുമ്പോൾ ജാതേ ഗുണവ്യതികരെ, പ്രകൃതിയുടെ മായയിലെ ഗുണങ്ങളുടെ വ്യതിചലനം ഉണ്ടാകുമ്പോൾ യഥാപൂർവം പ്രജായതേ, മുൻപുണ്ടായിരുന്ന പോലെ തന്നെ ബ്രഹ്മാവും അവിടെ സൃഷ്ടിക്കപ്പെടുന്നു എന്ന്. അപ്പം എന്താ പറഞ്ഞത്? ഈ പ്രപഞ്ചത്തിലെ സ്ഥാവരവും ജംഗമവുമായ എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടികർത്താവായിട്ടുള്ള ബ്രഹ്മദേവൻ പോലും തൻ്റെ മരീചി തുടങ്ങിയ മക്കളോടൊപ്പം, അപ്പോൾ ആ ബ്രഹ്മാവിൻ്റെ ഐസ് തന്നെയാണ് അവർക്കൊക്കെ എന്നു. മരീചി തുടങ്ങിയ മഹർഷിമാർ, യോഗീശ്വരന്മാർ, സനകാദി മഹർഷിമാരായ 4 കുമാരന്മാർ, പിന്നെ സിദ്ധന്മാർ, പിന്നെ യോഗയെ കണ്ടെത്തിയ ആ ഭഗവാനിലേക്ക് യോഗമാവുന്ന ആ യോഗാവസ്ഥയെ കണ്ടെത്തിയ മഹർഷിമാർ, ഇവരോടൊപ്പമാണ് ബ്രഹ്മാവ് പോകുന്നത്. ഇവർക്കൊക്കെ ബ്രഹ്മാവിൻ്റെ ഐസ 100 കൽപ്പം. അവരോടൊപ്പം തന്നെ ആ ബ്രഹ്മദേവൻ ആ ജന്മത്തിലെ കർമ്മങ്ങളൊക്കെ ആസക്തിയില്ലാതെ നിസ്സംഗമായി, അറ്റാച്ച്മെൻറ്റ് മമതയില്ലാതെ കർമ്മങ്ങളെ പൂർത്തിയാക്കിയെങ്കിൽ പോലും ആ ഞാൻ എന്ന വ്യക്തിബോധം, ഞാൻ ബ്രഹ്മാവാണ്, ഞാൻ സനകാദികളാണ് എന്ന വ്യക്തിബോധം പൂർണ്ണമായും പോയിട്ടില്ലാത്തതിനാൽ ആ ഒരു ഭേദചിന്തയോടുകൂടി ദ്വൈതഭാവം ഒരല്പമായി ഉള്ളിൽ നിൽക്കുന്നത് കൊണ്ട് ഞാനാണ് കർമ്മം ചെയ്യുന്നത് എന്ന കർത്തൃത്വഭാവത്തോടുകൂടി ജീവിക്കുന്നതിനാൽ അവർ ഈ ബ്രഹ്മാവിൻ്റെ ആയുസ് തീരുമ്പോണ്ടല്ലോ, 100 കൽപ്പം പൂർത്തിയായി ബ്രഹ്മാവിൻ്റെ ആയുസ് തീരുമ്പോൾ ആ പരമപുരുഷനായിട്ടുള്ള പുരുഷന്മാരിൽ ശ്രേഷ്ഠനായ ആ പരമപുരുഷനെ പ്രാപിച്ചിട്ട്, സംസൃതി എന്ന് വെച്ചാൽ പ്രാപിച്ചിട്ട് വീണ്ടും ആ പ്രകൃതിയുടെ ആ കാലസ്വരൂപനായ പ്രകൃതിയുടെ സമയമാവുമ്പോൾ, അതായത് സൃഷ്ടിയുടെ സമയമാവുമ്പോൾ
പ്രകൃതിയിലെ മായയിലെ സത്വരജ തമോ ഗുണങ്ങൾ തുല്യാവസ്ഥയിൽ നിന്നോടത്തു നിന്ന് വ്യതിചലനം സംഭവിച്ച്, അതാണ് ഗുണവ്യതികരേ ജാത, വ്യതികലനം സംഭവിച്ച് പഴയ പോലെ തന്നെ വീണ്ടും ബ്രഹ്മാവ് സൃഷ്ടിക്കപ്പെടുന്നു. വീണ്ടും ബ്രഹ്മാവിന് 100 കൽപ്പം ആയുസ്. ഇതേപോലെ തന്നെ ആദ്യത്തെ കൽപ്പം 1000 ചതുർയുഗങ്ങൾ. അതിലുണ്ടായതുപോലെ തന്നെ വീണ്ടും വീണ്ടും എല്ലാം ഉണ്ടാകുന്നു. അങ്ങനെ ഐശ്വര്യം എന്ന് വെച്ചാൽ ഈശ്വരൻ അനുഭവിക്കുന്ന എല്ലാ സുഖങ്ങളും അവയും ഇവയെല്ലാം പാരമേഷ്ട്യം എന്ന് വെച്ചാൽ പരമമായ ലോകം, ഈ 14 ലോകങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ, എന്നാൽ മായയിൽ പെട്ടിട്ടുള്ളതാണ്, എന്നാൽ അതിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ലോകമായ ബ്രഹ്മലോകത്ത് ബ്രഹ്മാവായി വസിച്ച് എല്ലാ ഐശ്വര്യങ്ങളെയും അനുഭവിച്ച് ധർമ്മവിനിർമ്മിതം അവരവരുടെ ധർമ്മങ്ങളെ, അവരവരുടെ കർമ്മം, സൃഷ്ടി സനകാദികൾക്ക് എന്താണോ കർമ്മം, അത് യോഗീശ്വരന്മാരുടെ കർമ്മങ്ങൾ എന്താണോ അതൊക്കെ അനുഷ്ഠിച്ചിട്ട് ആ നിഷേവ്യ ആ ബ്രഹ്മലോകത്തെ എല്ലാ ഐശ്വര്യങ്ങളെയും ആസ്വദിച്ച് പുനഃ ആയാന്തി വീണ്ടും, പുനഃ എന്ന് വെച്ചാൽ ആ ബ്രഹ്മലോകത്തേക്ക് ഗുണവ്യതികരേ സതി, അതായത് പ്രകൃതിയുടെ ത്രിഗുണങ്ങൾക്ക് വ്യതിയാനം സംഭവിച്ചപ്പോൾ ആ ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയിൽ നിന്നുണ്ടായ ഈ മഹർഷീശ്വരന്മാരും സനകാദികളെ ഇവരെല്ലാം തന്നെ വീണ്ടും ഇവിടെ ഈ ഈ കൽപ്പം പൂർത്തിയാകുന്നത് വരെ വീണ്ടും ഇവിടെ വന്ന് പുനർജനിക്കുന്നു എന്ന്. അപ്പോൾ ബ്രഹ്മാവിന് പോലും മുക്തി വരുന്നില്ല എന്ന് ഇവിടെ കപില മഹർഷി അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം ബ്രഹ്മാവ് സൃഷ്ടിച്ച മരീചി തുടങ്ങിയ 10 മഹർഷിമാർ, യോഗീശ്വരന്മാർ, സനകാദികൾ, സിദ്ധന്മാർ, ഇവരൊക്കെ ബ്രഹ്മാവിനെ പോലെ തന്നെ 100 വയസ്സാണ് ആയുസ്. അപ്പോഴും അവർക്കൊന്നും പൂർണ്ണമുക്തി വരാത്തതിൻ്റെ കാരണം ഇവരൊക്കെ ഇവരുടെ കർമ്മങ്ങളെ മമതയില്ലാതെ നിസ്സംഗമായിട്ടാണ് ചെയ്യുന്നതെങ്കിലും ഇവരുടെ ഉള്ളിൽ ഞാൻ എന്നൊരു ബോധം, അത് നമുക്ക് മനസ്സിലായി. സനകാദികൾക്ക് പോലും ദേഷ്യം വന്നു അല്ലേ, ജീവൻ മുക്തരാണ് സനകാദികൾ. എന്നിട്ട് അവർക്ക് ഭഗവാനെ കാണാൻ വൈകുണ്ഠത്തിൻ്റെ മുന്നിൽ ചെന്നപ്പോൾ ജയവിജയന്മാർ പതുക്കൊന്ന് തടഞ്ഞപ്പോഴേക്കും ദേഷ്യം വന്നു അല്ലേ. എന്നിട്ടാണ് അവർ ജയവിജയന്മാരെ ശപിച്ചു കഴിഞ്ഞപ്പോഴാണ് അവർ ആലോചിച്ചത്, എന്തുകൊണ്ട് ഞങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ദേഷ്യമുണ്ടായി, എല്ലാത്തിൽ നിന്നും മുക്തി നേടിയ ഞങ്ങളുടെ ഉള്ളിൽ എന്തുകൊണ്ട് ഈ ദേഷ്യം സംഭവിച്ചു എന്ന് അവർ പോലും അത്ഭുതപ്പെട്ടു നിന്നുപോയി. അതാണ് പ്രകൃതി. നമുക്ക് എത്ര വലിയ യോഗീശ്വരനാണെങ്കിലും ഭഗവാന്റെ ആ പ്രകൃതി എന്ന ശക്തിയുടെ മായാവിലാസത്തിൽ എല്ലാവരും പെട്ടുപോകും എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പം ഇവരുടെയൊക്കെ ഉള്ളിൽ ഒരല്പമെങ്കിലും ആ ഒരു ഞാൻ എന്ന വ്യക്തിബോധവും ഭേദചിന്തയും കർമ്മം ചെയ്യുന്നത് ഞാനാണെന്ന കർത്തൃത്വബോധവും ഉള്ളതുകൊണ്ട് തന്നെ ഇവരെല്ലാം ബ്രഹ്മാവിൻ്റെ ആയുസ് തീരുന്ന 100 കൽപ്പം കഴിയുമ്പോൾ പരമപുരുഷനിലേക്ക് ലയിച്ചു ചേർന്നിട്ട് വീണ്ടും സൃഷ്ടിയുടെ കാലം വന്നണയുമ്പോൾ മായയിലെ സത്വരജ തമോ ഗുണങ്ങൾക്ക് വ്യതിയാനം സംഭവിക്കുമ്പോൾ ഇവർ വീണ്ടും തിരിച്ചു വരുന്നു. അപ്പോൾ വീണ്ടും തിരിച്ചു വന്ന് ആ ബ്രഹ്മലോകമാകുന്ന ലോകത്ത് എല്ലാ സുഖങ്ങളും ഈശ്വരീയമായ എല്ലാ അനുഭവങ്ങളും അനുഭവിച്ച് സുഖിച്ച് അതോടൊപ്പം അവരിൽ നിക്ഷിപ്തമായിട്ടുള്ള എന്തൊക്കെ കർമ്മങ്ങളാണോ ഡ്യൂട്ടികളാണോ ഉള്ളത് അവയെല്ലാം ധാർമ്മികമായ രീതിയിൽ അനുഭവിച്ച് 100 കൽപ്പം പൂർത്തിയാകുന്നവരെ ബ്രഹ്മലോകത്ത് ജീവിച്ച് അവസാനം കർമ്മം പൂർത്തിയാകുമ്പോൾ അവരും 100 കൽപ്പം പൂർത്തിയാകുമ്പോൾ വീണ്ടും പോകുന്നു, പരമാത്മാവിലേക്ക് ലയിക്കുന്നു. സമയമാവുമ്പോൾ, സൃഷ്ടിയുടെ സമയമാവുമ്പോൾ അവർ വീണ്ടും തിരിച്ചു വരുന്നു. അപ്പോൾ പൂർണ്ണമുക്തി അവർക്ക് പോലും സംഭവിക്കുന്നില്ല എന്ന് സാരം. അതിന് കാരണം മായയുടെ ശക്തിയാണ്. മായ അങ്ങനെ ശക്തിയാൽ നിൽക്കുന്നത് കൊണ്ടാണ് ഇവരുടെയൊക്കെ ഉള്ളിൽ ചെറിയ ഒരു സൂക്ഷ്മമായ രീതിയെങ്കിലും ഞാൻ എന്ന വ്യക്തിബോധം ഉണ്ടാകുന്നതും. അതുകൊണ്ടാണ് ഈ പ്രപഞ്ചം ഇങ്ങനെ നിലനിന്ന് പോകുന്നതും. മനസ്സിലായോ? ഇനി ഇതിൻ്റെ ബാക്കി നാളെ.